ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് സെനറ്റിൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസിലെ ടൈഫോയിഡ് ഫീവർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസ് നമുക്ക് വേണമെങ്കിൽ ഒരു 15 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടും നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ആദ്യം ടൈഫോയിഡ് എന്ന ഡിസീസ് ഒരു 15 മാർക്കിൻ്റെ എസ്സേ ആയിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെ തുടങ്ങാം? ആദ്യം ഒരു ഇൻട്രോയാണ്. ടൈഫോയിഡ് ഈസ് ആൻ അക്യൂട്ട് ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയം സാൽമോണല്ല ടൈഫൈ. അപ്പോൾ ആരാണ്? ഒരു ബാക്ടീരിയ ആയ സാൽമോണല്ല ടൈഫൈ കോസ് ചെയ്യുന്ന അസുഖമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ദ ഡിസീസ് ഈസ് ക്ലിനിക്കലി ക്യാരക്ടറൈസ്ഡ് ബൈ എ ടിപ്പിക്കൽ കണ്ടിന്യൂസ് ഫീവർ ഫോർ 3 to 4 weeks with involvement of lymphoid tissues and considerable constitutional symptom. The term enteric fever includes both typhoid and paratyphoid fever. ഒന്നുമില്ല, ടൈഫോയിഡ് ഡിസീസ് എന്ന് പറയുന്ന അസുഖത്തിന് എന്ത് കാണും? ഒരു കണ്ടിന്യൂസ് ആയ ഫീവർ കാണും. എത്ര നാളത്തേക്ക്? 3 മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കണ്ടിന്യൂസ് ഫീവർ ഇതിന്റെ ലക്ഷണമാണ്. പിന്നീട് നമുക്ക് എഴുതാനുള്ളത് ദ ടേം എൻഡറിക് ഫീവർ. എൻഡറിക് ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഫോയിഡിനെയും പാരാടൈഫോയിഡ് ഫീവറിനെയും കൂടി ചേർത്ത് പറയുന്ന ഒരു ടേമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രോയ്ക്കുള്ളതായില്ലേ? എന്താണ് ടൈഫോയിഡ് ഫീവർ? അപ്പൊ ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു അക്യൂട്ട് ഡിസീസ് ആണ്. ആര് കോസ് ചെയ്യുന്നത്? ബാക്ടീരിയമായ സാൽമോണല്ല ടൈഫൈ കോസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇതിന്റെ ക്ലിനിക്കൽ ക്യാരക്ടറൈസേഷൻ ആണ് എന്ത്? 3 മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീവർ. പിന്നീട് എന്തും കൂടി എഴുതാം? എൻഡറിക് ഫീവർ എന്ന് പറഞ്ഞാൽ ടൈഫോയിഡും പാരാടൈഫോയിഡ് ഫീവറും കൂടി ചേർന്ന ഒരു ടേം ആണെന്ന് പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് അടുത്ത എപ്പിഡെമിയോളജിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിലൊന്ന് ഏജന്റ് ഫാക്ടർ. ഏജന്റ് ഫാക്ടറിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ആരാണ് ഏജന്റ്. ഇത്ര എഴുതിയിരിക്കുന്നത് കണ്ട് പേടിക്കണ്ട, നമ്മൾ നേരത്തെ പഠിച്ച സെയിം സാധനം തന്നെ. ഏജന്റ് ആരാണ്? ബാക്ടീരിയമായ സാൽമോണല്ല ടൈഫൈ ആണ്. സാൽമോണല്ല ടൈഫൈ ഇസ് ദ മേജർ കോസ് ഓഫ് എൻഡറിക് ഫീവർ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സാൽമോണല്ല ടൈഫൈ ബാക്ടീരിയ ആണ് ഇതിന്റെ പ്രധാന കാരണം. സാൽമോണല്ല പാര എ ആൻഡ് സാൽമോണല്ല പാര ബി ആർ റിലേറ്റീവ്ലി ഇൻഫ്രീക്വന്റ്. ഇത് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എഴുതാനുള്ളതാണ്, എക്സ്ട്രാ പോയിന്റ്സ്. അപ്പൊ സാൽമോണല്ല പാര എയും പാര ബിയും ഒക്കെ എങ്ങനെയാണ്? റിലേറ്റീവ്ലി ഇൻഫ്രീക്വന്റ് ആയ ആൾക്കാരാണ്. ഇനി സാൽമോണല്ല ടൈഫയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ആന്റിജൻസ് ആണ് ആരൊക്കെ? ഒ, എച്ച് ആൻഡ് വി ഐ. ഇവരൊക്കെ സാൽമോണല്ല ടൈഫയുടെ പ്രധാനപ്പെട്ട 3 ആന്റിജൻസ് ആണ്. ഇനി ഇവയെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം? ഇറ്റ് ഈസ് റെഡിലി കിൽഡ് ബൈ ഡ്രൈയിങ്, പാസ്ചറൈസേഷൻ ആൻഡ് കോമൺ ഡിസിൻഫെക്റ്റൻസ്. നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല, നമുക്ക് റെഡിലി കിട്ടുന്ന സാധനങ്ങളൊക്കെ മതി. ഡ്രൈ ചെയ്യാം, പാസ്ചറൈസേഷൻ ഉപയോഗിക്കാം, നമ്മളെ കോമൺ ആയ ഡിസിൻഫെക്റ്റൻസ് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇവയെ കില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഏജന്റ് ഫാക്ടറിൽ എന്താ നമ്മൾ മെയിൻ ആയിട്ട് എഴുതേണ്ടത്? ഏജന്റ് ആരാണെന്ന്, അത്രയേ ഉള്ളൂ. ആരാണ്? ബാക്ടീരിയമായ സാൽമോണല്ല ടൈഫൈ ആണ് ഇതിന്റെ ഏജന്റ്. ഓക്കെ, അപ്പൊ എപ്പിഡെമിയോളജിക്കൽ ഫീച്ചർ ആയ ഏജന്റ് ഫാക്ടർ ക്ലിയർ അല്ലേ? ഏജന്റ് ആരാണെന്ന് മനസ്സിലായില്ലേ? നമുക്കിനി അടുത്ത ഫാക്ടർ നോക്കാം. അടുത്തത് റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ. ആരാണ് റിസർവോയർ എന്നാണ്? മാൻ ഈസ് ദ ഓൺലി നോൺ റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ. അപ്പൊ മാൻ ആണ് റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടൈഫോയിഡ് എന്ന ഡിസീസിന്റെ റിസർവോയർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാൻ ആണ്. മാൻ ഈസ് ദ ഓൺലി നോൺ റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. ഇനി മാനിൽ തന്നെ ഈ അസുഖം 2 രീതിയിൽ കാണപ്പെടാം. കേസ് എന്ന രീതിയിലും കാരിയേഴ്സ് എന്ന രീതിയിലും. രോഗം പുറത്തു വന്ന ആൾക്കാർ കേസും രോഗത്തിനെ വഹിച്ചുകൊണ്ട് നടക്കുന്നവർ കാരിയേഴ്സും ആണ്. അതറിയാലോ. അപ്പോൾ റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ ആയ മാനിൽ ഇത് 2 തരത്തിൽ കാണപ്പെടാം, കേസും കാരിയേഴ്സും. കേസിലാണെങ്കിൽ a case of infection is infectious as long as bacilli appear in stools or urine.
അപ്പൊ കേസ് എന്ന് പറയുന്നത് എത്ര നാള് ഇൻഫെക്ഷ്യസ് ആയിരിക്കും? ഈ കേസ് എന്ന് പറയുന്ന ആളുടെ സ്റ്റൂളിലോ യൂറിനിലോ എത്ര നാളോളം നമ്മുടെ ഈ ഇൻഫെക്ഷ്യസ് ഏജന്റ് കാണുന്നുണ്ടോ അത്രയും നാളും കേസ് ഇൻഫെക്റ്റഡ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി കാരിയറിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? കാരിയർ ടെമ്പററിയും ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. അതിൽ തന്നെ കൺവാലസന്റ് കാരിയർ എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പിലെ ആൾക്കാര് ഈ ബാസിലൈനെ 6 മുതൽ 8 ആഴ്ച വരെ എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൺവാലസന്റ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. അവര് 6 മുതൽ 8 ആഴ്ച വരെ അവരുടെ എക്സ്ക്രീറ്റയിലോ യൂറിനിലോ ഒക്കെ ഈ ബാസിലൈൻ 6 മുതൽ 8 ആഴ്ച വരെ തുടർന്നും കാണും. പിന്നീട് ക്രോണിക് കാരിയേഴ്സ് ആണെങ്കിൽ ആ പേരിലുള്ളത് പോലെ തന്നെ ക്രോണിക് ഒരു നീണ്ട കാലയളവിൽ കാണപ്പെടുന്നതാണ്. അവര് സെവറൽ ഇയേഴ്സ് വരെ, ഒരുപാട് വർഷങ്ങൾ വരെ അവരെന്ത് ചെയ്യാം? ഈ ബാസിലൈനെ എക്സ്ക്രീറ്റ വഴി പുറന്തള്ളപ്പെടാം. ഇപ്പൊ എക്സാമ്പിൾ ഓഫ് ക്രോണിക് കാരിയർ എന്ന് പറയുന്നതാണ് ടൈഫോയിഡ് മേരി. കേട്ടിട്ടില്ലേ ടൈഫോയിഡ് മേരി? അവര് അവരുടെ ജീവിതകാലത്തില് ഏകദേശം 1300ഓളം ആൾക്കാർക്ക് ഈ ടൈഫോയിഡ് എന്ന അസുഖം കൊടുത്തിട്ടുണ്ട്. അവരറിഞ്ഞിട്ടില്ല, ഒരു കാരിയർ ആണെന്ന് അറിയാതെ അവർ ഇത്രത്തോളം ആൾക്കാർക്ക് രോഗം പകർന്ന ഒരാളാണ്. ഓക്കെ, ഇപ്പൊ ഡൗട്ട് ഉണ്ടോ? റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ ആരാണ്? മാൻ ആണ്. ഈ മാനിൽ തന്നെ അസുഖം ഏതൊക്കെ രീതിയിൽ കാണാം? ഒരു കേസ് ആയ ആളിലും കാണാം, അല്ലെങ്കിൽ കാരിയർ ആയിട്ട് അതിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലും കാണാം. കേസ് ആണെങ്കിൽ എങ്ങനെയാ? നമ്മുടെ യൂറിനിലോ എക്സ്ക്രീറ്റയിലോ എത്രത്തോളം നാള് ഈ ബാസിലൈ പ്രസന്റ് ആണോ അത്രയും നാൾ അയാൾ ഇൻഫെക്ഷ്യസ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. കാരിയറിൽ തന്നെ എങ്ങനെയുണ്ട്? 2 ടൈപ്പ് ആൾക്കാരുണ്ട്. കൺവാലസന്റ് കാരിയേഴ്സും ഉണ്ട്, ക്രോണിക് കാരിയറും ഉണ്ട്. കൺവാലസന്റ് കാരിയർ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ടെമ്പററി പീരീഡിലായിരിക്കും. അവരൊരു 6 മുതൽ 8 ആഴ്ച വരെ കാലത്തേക്ക് അവരുടെ യൂറിനിലും എക്സ്ക്രീറ്റയിലും ഒക്കെ ഈ ബാസിലൈ കാണാം. ഇനി അതേസമയം ഒരു ക്രോണിക് കാരിയർ ആണെങ്കിൽ എങ്ങനെയാണ്? അവര് ഒരുപാട് വർഷങ്ങളിൽ വരെ ഈ ബാസിലൈനെ ഇങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ക്രോണിക് കാരിയറിന് എക്സാമ്പിൾ ചോദിക്കും. അതാരാണ്? ടൈഫോയിഡ് മേരിയാണ്. ഓക്കെ, നമുക്ക് അടുത്തത് പഠിക്കാം. അടുത്ത എന്താണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ടൈഫോയിഡ് എന്ന ഡിസീസിന്റെ സോഴ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ, ദ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആർ ഫീക്കസ് ആൻഡ് യൂറിൻ ഓഫ് കേസസ് ഓർ കാരിയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കേസസും കാരിയേഴ്സും ഉണ്ടെന്ന്. അവരുടെ ഫീക്കസും യൂറിനുമാണ് പ്രൈമറി സോഴ്സ് ആയി വരുന്നത്. കാര്യം ടൈഫോയിഡ് എന്ന് പറയുന്നത് ഒരു ഫീക്കോ ഓറൽ റൂട്ടിൽ പകരുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ ഇതിന്റെ മെയിൻ സോഴ്സ് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഫീക്കസും യൂറിനും തന്നെയാണ്. ഇനി സെക്കൻഡറി സോഴ്സ് വേറെ വരുന്നുണ്ട്. അതാണ് ദ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് വാട്ടർ, ഫുഡ്, ഫിംഗേഴ്സ് ആൻഡ് ഫ്ലൈസ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് സെക്കൻഡറി സോഴ്സിൽ വരുന്നത്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറും ഫുഡും ഫിംഗേഴ്സും ആൻഡ് ഫ്ലൈസും ഒക്കെ എന്താണ്? സെക്കൻഡറി സോഴ്സസ് ഓഫ് ടൈഫോയിഡ് ഫീവർ ആണ്. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞതിൽ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത നമ്മുടെ എപ്പിഡെമിയോളജിക്കൽ ഫാക്ടറിൽ വരുന്നതാണ് ഹോസ്റ്റ് ഫാക്ടേഴ്സ്. അടുത്ത ഹോസ്റ്റ് ഫാക്ടേഴ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ഏജ്. ഒന്നാമതായിട്ട് ഏജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൈഫോയിഡ് ഫീവർ മേ ഒക്കർ അറ്റ് എനി ഏജ്. ഹയർ ഇൻസിഡൻസ് ഒക്കേഴ്സ് ഇൻ ദി 5 to 19 ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം നമുക്ക് പ്രായത്തിന്റെ ഏത് കാലഘട്ടത്തിലും നമുക്ക് വരാം. പക്ഷേ അതിന്റെ ഒരു പീക്കായ ഏജ് അല്ലെങ്കിൽ ഹയർ ഇൻസിഡൻസ് രോഗം ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏത് വയസ്സിലാണ്? 5 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള പ്രായക്കാർക്ക്. അവർക്കാണ് ടൈഫോയിഡ് എന്ന അസുഖം കൂടുതൽ വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഹോസ്റ്റ് ഫാക്ടറിൽ ഏജ് ക്ലിയർ ആയോ? ഏജ് ഏതാണ്? 5നും 19നും വയസ്സിനുള്ള പ്രായമാണ്. അടുത്തത് ഹോസ്റ്റ് ഫാക്ടറിലെ തന്നെ അടുത്തത് സെക്സ് ആണ്. ഏത് സെക്സിലാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്? മോർ കേസസ് ആർ റിപ്പോർട്ടഡ് എമംഗ് മെയിൽസ് ദാൻ ഫീമെയിൽസ്. അപ്പോൾ ഫീമെയിൽസിനേക്കാളും കൂടുതലും അസുഖം വരാൻ സാധ്യതയുള്ളത് ആർക്കാണ്? മെയിലിനാണ്. അപ്പൊ മെയിലിനാണ്, സെക്സ് എന്ന വിഭാഗത്തിൽ ഏതാണ്? മെയിലിനാണ് ഈ അസുഖം കൂടുതലും വരാൻ സാധ്യതയുള്ളത്. ബട്ട് കാരിയേഴ്സ് റേറ്റ് ഈസ് മോർ ഇൻ ഫീമെയിൽസ്. പക്ഷേ വാഹകരായിട്ടുള്ളത് ആരാണ്? ഫീമെയിൽസ് ആണ്. രോഗം ഏറ്റവും കൂടുതലുള്ളത് മെയിലിലും, പക്ഷേ രോഗത്തെ വഹിക്കുന്ന ആൾക്കാർ കൂടുതലുള്ളത് ആരിലുമാണ്? ഫീമെയിൽസിലും ആണ്. മനസ്സിലായില്ലേ?
അപ്പൊ രണ്ട് സെക്സിലും ഇതുണ്ട്. ഒന്നിൽ കേസ് എന്ന രൂപത്തിലും മറ്റേതിൽ കാരിയർ എന്ന രൂപത്തിലും രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏജ് പറഞ്ഞു, സെക്സ് നമ്മൾ പറഞ്ഞു, കൂടുതൽ കേസ് കാണുന്നത് മെയിൽസിലാണ്, ബട്ട് കാരിയർ ആയിട്ടിരിക്കുന്നത് ആരാണ്? ഫീമെയിൽസ് ആണ്. ഇനി അടുത്ത ഹോസ്റ്റ് ഫാക്ടറാണ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി, നാച്ചുറൽ ടൈഫോയിഡ് ഫീവർ ഡസ് നോട്ട് ആൾവേസ് ഗീവ് സോളിഡ് ഇമ്മ്യൂണിറ്റി. ഇപ്പം നമുക്ക് ടൈഫോയിഡ് എന്ന അസുഖം വന്നു എന്ന് പറഞ്ഞ് നമുക്ക് അത് സോളിഡ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി തരണമെന്നില്ല. അതാണ് പറയുന്നത്, നാച്ചുറൽ ടൈഫോയിഡ് ഫീവർ ഡസ് നോട്ട് ആൾവേസ് ഗീവ് സോളിഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ഹോസ്റ്റ് ഫാക്ടേഴ്സിൽ ഏജ്, സെക്സ്, ഇമ്മ്യൂണിറ്റി, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. അടുത്ത നമ്മൾ പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ എപ്പിഡെമിയോളജിക്കൽ ഫാക്ടേഴ്സിൽ നമ്മൾ ഏജന്റ്, ഹോസ്റ്റ്, അടുത്ത നെക്സ്റ്റ് ആണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഏതൊക്കെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ടൈഫോയിഡ് എന്ന ഡിസീസിനെ ആക്സിലറേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ്. അപ്പോൾ ഇതാ ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കോ, പുവർ ആയിട്ടുള്ള സാനിറ്റേഷൻ, പുവർ സാനിറ്റേഷൻ. 2, ഓപ്പൺ എയർ ഡെഫിക്കേഷൻ ആൻഡ് യൂറിനേഷൻ. 3, ലോ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് ആൻഡ് പേഴ്സണൽ ഹൈജീൻ. 4, ഹെൽത്ത് ഇഗ്നോറൻസ്. 5, ഇല്ലിറ്ററസി. മനസ്സിലായില്ലേ? ആ പോയിന്റ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിന്നാണ് ടൈഫോയിഡ് പോലുള്ള ഒരു അസുഖം ക്രിയേറ്റ് ആയതെന്ന്. പുവർ സാനിറ്റേഷൻ, സാനിറ്റേഷന്റെ കുറവ് കാരണം അല്ലെങ്കിൽ ശുചിത്വത്തിന്റെ കുറവ് കാരണം. ഓപ്പൺ എയർ ഡെഫിക്കേഷൻ ആൻഡ് യൂറിനേഷൻ, നമ്മുടെ പൊതുസ്ഥലങ്ങളിലുള്ള യൂറിനേഷനും ഡെഫിക്കേഷനും കാരണം. ലോ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് ആൻഡ് പേഴ്സണൽ ഹൈജീൻ, നല്ല ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ പ്രോപ്പറായ ഫുഡോ അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീനോ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കാരണം ഉണ്ടാകുന്ന ഒരവസ്ഥ. ഹെൽത്തിന്റെ ഇഗ്നോറൻസ്, നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ നോക്കാതെ അതിനെ നമ്മൾ അവഗണിച്ച് കളയുന്ന ഒരവസ്ഥ. പിന്നെ ഇല്ലിറ്ററസി, വിദ്യാഭ്യാസത്തിന്റെ കുറവ്. ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് എന്ത് ടൈഫോയിഡ് ഡിസീസ്. ടൈഫോയിഡ് ഡിസീസിനെ അതിന് കുറച്ചും കൂടി ആക്സിലറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്സിനോ ഒക്കെ ചോദിക്കാം. 4 പോയിന്റ് എഴുതാൻ വേണ്ടി 2 മാർക്സിന് ചോദിക്കാം, 1 വേർഡ് ആയിട്ടും ചോദിക്കാം. ഏതെങ്കിലും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ടൈഫോയിഡ് ഫീവർ എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇതിൽ ഈ പോയിന്റ്സ് എഴുതാവുന്നതാണ്. ഏതൊക്കെയാണ്? പുവർ സാനിറ്റേഷൻ, ഓപ്പൺ എയർ ഡെഫിക്കേഷൻ ആൻഡ് യൂറിനേഷൻ, ലോ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് ആൻഡ് പേഴ്സണൽ ഹൈജീൻ, ഹെൽത്ത് ഇഗ്നോറൻസ്, ഇല്ലിറ്ററസി. ഇതൊക്കെ എന്താണ്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ടൈഫോയിഡ് ഡിസീസിനെ ആക്സിലറേറ്റ് ചെയ്ത് കൊടുക്കുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ എപ്പിഡെമിയോളജിക്കൽ ഫാക്ടേഴ്സിലെ ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ്, ഇത് ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമുക്കൊന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പിഡെമിയോളജിക്കൽ ഫീച്ചറിൽ ഒന്നാമത്തെ ആരാണ്? ഏജന്റ് ഫാക്ടർ. ഒന്നുമില്ല, ഏജന്റ് ആരാണ് അത്ര മാത്രം മതി. ഏജന്റ് ആരാണ്? ബാക്ടീരിയമായ സാൽമോണെല്ല ടൈഫേ ആണ്. ഓക്കെ, അപ്പൊ ഏജന്റ് ഫാക്ടർ ആരാണ്? സാൽമോണെല്ല ടൈഫേ എന്ന ബാക്ടീരിയ. രണ്ടാമത്തത് നമുക്ക് അതിൽ തന്നെ പറയാവുന്നതാണ്, ആരാണ് റിസർവോയർ? മാൻ ഈസ് ദ ഓൺലി റിസർവോയർ. ഓക്കെ, മാൻ ഈസ് ദ ഓൺലി റിസർവോയർ. റിസർവോയർ എങ്ങനെയെല്ലാം ഉണ്ട്? കേസ് എന്ന രൂപത്തിലും കാരിയർ എന്ന രൂപത്തിലും ഉണ്ട്. അതിൽ തന്നെ ക്രോണിക് ആയിട്ടുള്ള ഒരു കാരിയർ ആണ് ആര്? ടൈഫോയിഡ് മാരി. ഇനി ഇങ്ങനെ കേസിൽ എത്രത്തോളം നാൾ ഇത് നിലനിൽക്കും? ഒരു കേസിലാണെങ്കിൽ ബാസിലെ എത്ര നാള് കാണുന്നുവോ അത്രയും നാള് കേസ് ഇൻഫെക്ഷ്യസ് ആയിരിക്കും. കാരിയർ ആണെങ്കിലോ, കാരിയർ 2 ടൈപ്പിലുണ്ട്, ടെമ്പററിയും ക്രോണിക്കും. ടെമ്പററി ആണെങ്കിൽ കുറച്ച് നാളത്തേക്കും, ക്രോണിക് ആണെങ്കിൽ ഒരുപാട് കാലത്തേക്കും എന്ത് നമ്മുടെ ഓർഗാനിസത്തിനെ പുറന്തള്ളിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ടൈഫോയിഡ് മാരി എന്ന് പറയുന്നത് ഒരു ക്രോണിക് കാരിയറിന് എക്സാമ്പിൾ ആണ്, അത് ചോദിക്കാം. അടുത്ത സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്താണ്? ഫീക്കസ് ആൻഡ് യൂറിൻ ആണ്. ഇതാണ് പ്രൈമറി സോഴ്സ്. പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ അപ്പൊ എന്താണ്? ഫീക്കസും യൂറിനും ആണ്. ഈ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, ഫുഡ്, ഫിംഗേഴ്സ് ആൻഡ് ഫ്ലൈസ്, ഇതൊക്കെയാണ് സെക്കൻഡറി സോഴ്സസ്. ഹോസ്റ്റ് ഫാക്ടേഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏജ്, സെക്സ്, ഇമ്മ്യൂണിറ്റി. ഏജ്, ഏത് ഏജിലുള്ള ആൾക്കാർക്കാണ് ഇത് കാണപ്പെടുന്നത്? 5 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്കാണ് കൂടുതലായും ഈ അസുഖം കാണപ്പെടുന്നത്. പിന്നെ സെക്സ് ഏതാണ്? നമ്മൾ പറഞ്ഞു, കേസസ് കൂടുതൽ കാണപ്പെടുന്നത് മെയിൽ സെക്സിലും
എന്നാൽ കാരിയേഴ്സ് കൂടുതൽ കാണപ്പെടുന്നത് ഏത് സെക്സിലുമാണ്? ഫീമെയിൽ സെക്സിലുമാണ്. അടുത്ത ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി അല്ല ഇതിൽ നിന്ന് കിട്ടുന്നത്. നാച്ചുറൽ ടൈഫോയിഡ് ഫീവർ ഡസ് നോട്ട് ആൾവേസ് ഗീവ് എന്ത് സോളിഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നില്ല. എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് പറഞ്ഞു. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതിനെ ആക്സിലറേറ്റ് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുവർ സാനിറ്റേഷൻ, ഓപ്പൺ എയർ ഡെഫിക്കേഷൻ ആൻഡ് യൂറിനേഷൻ, ലോ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് ആൻഡ് പേഴ്സണൽ ഹൈജീൻ, ഹെൽത്ത് ഇഗ്നോറൻസ് ആൻഡ് ഇല്ലിറ്ററസി. അപ്പോൾ എപ്പിഡെമിയോളജിക്കൽ ഫാക്ടേഴ്സ് ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മുടെ ഈ ഡിസീസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ആണ്. എത്രയാണ് നമ്മുടെ ഇൻക്യുബേഷൻ പീരീഡ്? ഇതും 1 മാർക്കിന് ചോദിക്കാം. നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസിലോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ടൈഫോയിഡ് ഫീവർ. അപ്പൊ നോക്കൂ, യൂഷ്വലി 10 to 14 days. ഇപ്പോൾ സാധാരണയായിട്ട് ടൈഫോയിഡ് ഫീവറിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 10 മുതൽ 14 ദിവസമാണ്. ബട്ട് ഇറ്റ് മേ ബി ആസ് ഷോർട്ട് ആസ് 3 days or as long as 3 weeks depending upon the dose of bacilli ingested. ഇപ്പൊ നമ്മൾ ഉള്ളിലേക്ക് പോയ ബാക്ടീരിയയുടെ അളവനുസരിച്ച് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡിലും വ്യത്യാസം വരാം. സാധാരണയായി 10 മുതൽ 14 ദിവസമാണ് പറയുന്നത്. എന്നാലും നമ്മൾ എടുത്ത ഡോസിന്റെ അളവനുസരിച്ച് ഇതിൽ വ്യത്യാസം വരാം. എങ്ങനെ? ഏറ്റവും കുറഞ്ഞത് ഒരു 3 ദിവസം വരെയും വളരെ കൂടിയ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ആണെങ്കിൽ 3 ആഴ്ച വരെയും പോകാവുന്ന ഒരു ഇൻക്യുബേഷൻ പീരീഡിലോട്ട് ഇത് പോകാം. അതെങ്ങനെയാണ്? ബാസിലൈ ഇൻജസ്റ്റ് ചെയ്തതിന്റെ അളവനുസരിച്ചാണ്. ഓക്കെ, അപ്പൊ ടൈഫോയിഡ് ഫീവറിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? സാധാരണ യൂഷ്വലി എത്രയാണ്? 10 മുതൽ 14 ദിവസമാണ്. ഇനി അത് ഏറ്റവും കുറഞ്ഞാൽ എത്രയാണ്? 3 ദിവസവും. ഏറ്റവും കൂടിയാൽ എത്രയാണ്? 3 ആഴ്ച വരെയുമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ടൈഫോയിഡ് ഫീവറിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്തത് നമ്മുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അതാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ടൈഫോയിഡ് ഫീവർ is transmitted through fecal oral route or urine oral route. This may take place directly through soiled hands contaminated with the fecus or urine of cases or carriers. നമ്മൾ കേസസിന്റെയോ കാരിയേഴ്സിന്റെയോ ഒക്കെ യൂറിൻ അല്ലെങ്കിൽ ഫീക്കസ് വഴിയാണ് ടൈഫോയിഡ് മെയിൻ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂറിൻ അല്ലെങ്കിൽ ഫീക്കസ് ആണ്. ഓഫ് കേസസ് ഓർ കാരിയേഴ്സ്, അതേ കാര്യം തന്നെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ. എന്താണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? എങ്ങനെയാണ്? ഫീക്കൽ ഓറൽ റൂട്ട് അല്ലെങ്കിൽ യൂറിൻ ഓറൽ റൂട്ടാണ് ഇതിന്റെ മെയിൻ റൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് ഇൻഡയറക്ട്ലി ആണെങ്കിൽ എങ്ങനെയാണ്? ഇൻഡയറക്ട്ലി ബൈ ദ ഇൻജക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ, മിൽക്ക് ഓർ ഫുഡ് ത്രൂ ഫ്ലൈസ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് റൂട്ടും ഉണ്ട്, ഇൻഡയറക്റ്റ് റൂട്ടും ഉണ്ട്. ഡയറക്റ്റ് റൂട്ടിലാണെങ്കിൽ എങ്ങനെയാണ്? യൂറിനും ഫീക്കസും വഴി. ഇൻഡയറക്റ്റ് റൂട്ടിലാണ് എങ്ങനെ വരുന്നത്? ഇൻജക്ഷൻ വഴി. ഇൻജക്ഷൻ ഓഫ് എന്തൊക്കെ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, മിൽക്ക്, ഫുഡ് ത്രൂ ഫ്ലൈസ്. ഇത് ഇത്രയാണ് എന്ത്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വഴി. മറ്റേത് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ്? കേസസിന്റെയോ കാരിയേഴ്സിന്റെയോ ഫീക്കസോ യൂറിനോ വഴി. ഇൻഡയറക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? ഇൻജക്ഷൻ വഴിയാണ്. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് വഴിയാണ്, കഴിക്കുന്നത് വഴിയാണ്. ഏതൊക്കെ? കണ്ടാമിനേറ്റഡ് വാട്ടർ ആകാം, മിൽക്ക് ആകാം, അല്ലെങ്കിൽ ഫുഡ് ആകാം, പിന്നെ ത്രൂ ഫ്ലൈസ് ആകാം, മെക്കാനിക്കലി ഫ്ലൈസ് വഴി പോലും ആകാം. ഓക്കെ, അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ മനസ്സിലായില്ലേ? 2 ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് ടൈപ്പും ഉണ്ട്, ഇൻഡയറക്റ്റ് വേയിലും ഉണ്ട്. ഡയറക്റ്റ് ആണെങ്കിൽ യൂറിനും ഫീക്കസും വഴി, ഇൻഡയറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഇൻജക്ഷൻ വഴി. ക്ലിയർ അല്ലേ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ടൈഫോയിഡ് ഡിസീസ് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ടൈഫോയിഡ് എന്ന ഡിസീസിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇത് ആദ്യം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, പീ സൂപ്പ് ഡയേറിയ. ഇത് 1 മാർക്കിന് ചോദിക്കാം. നമ്മുടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലോ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പീ സൂപ്പ് ഡയേറിയ എന്നറിയപ്പെടുന്ന ഡിസീസ് ഏതാണ്? ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് ഡിസീസിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? പീ സൂപ്പ് ഡയേറിയ. അപ്പോ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ നമ്മുടെ ഫീച്ചർ, ചിൽസ് ആൻഡ് ഹൈ ഫീവർ. എന്താണ്? പനി, നല്ല പനി. അത് തന്നെ സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ. സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കൂടും കുറയും, കൂടും കുറയും. ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ ഒരു ഏണി പോലെ കയറി ഇറങ്ങി പോകുന്ന ആ ഒരു ഫീച്ചർ.
അതാണ് ചിൽസ് ആൻഡ് ഹൈ ഫീവർ സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ. ഇനി സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ ഏത് ഡിസീസിന്റെ ഫീച്ചർ ആണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ടൈഫോയിഡ്. അതുകൊണ്ട് സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കണം. ടൈഫോയിഡ് എന്ന ഡിസീസിന്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചർ ആണ് ഏത്? സ്റ്റെപ്പ് ലാഡർ പാറ്റേണിലുള്ള ഫീവർ. ഓക്കെ. അടുത്ത രണ്ടാമത്തതാണ് മലൈസ് ആൻഡ് ഫറ്റീഗ്, ക്ഷീണം. പിന്നീട് ഹെഡ് ഏക്ക്, നല്ല തലവേദന, കഫ്, സോർ ത്രോട്ട്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അബ്ഡോമിനൽ പെയിൻ. ഇനി ഡെവലപ്ഡ് സ്കിൻ റാഷസ്, റോ സ്പോട്സ്. അതായത് റോ സ്പോട്സ് ആയിട്ട് വരുന്ന സ്കിൻ റാഷസ് ഏത് ഡിസീസിന്റെ ലക്ഷണമാണെന്ന് ചോദിച്ചാൽ എന്താണ്? ടൈഫോയിഡ് ഡിസീസിൽ വരുന്നതാണ് ഈ റോ സ്പോട്സ് പോലെയുള്ള സ്കിൻ റാഷസ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചറുകളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ടൈഫോയിഡ് എന്ന ഡിസീസിന് ഉണ്ടാകുന്ന ക്ലിനിക്കൽ ഫീച്ചറുകളാണ് ഏതൊക്കെ? ചിൽസ് ആൻഡ് ഹൈ ഫീവർ, സ്റ്റെപ്പ് ലാഡർ പാറ്റേണിലുള്ള പനി, മലൈസ് ആൻഡ് ഫറ്റീഗ്, നല്ല ക്ഷീണം, ഹെഡ് ഏക്ക്, നല്ല തലവേദന, കഫ് ഉണ്ട്, നല്ല സോർ ത്രോട്ട്, നല്ല തൊണ്ടവേദനയുണ്ട്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലാത്തൊരവസ്ഥ, അബ്ഡോമിനൽ പെയിൻ, നല്ല വയറുവേദനയുണ്ട്, ഡെവലപ്ഡ് സ്കിൻ റാഷസ്, പനിയുടെ കൂടെ തന്നെ എന്തുകൊണ്ട്? സ്കിൻ റാഷസ് ഉണ്ട്, അതും റോ സ്പോട്സ് ആയിട്ട്. പിന്നീട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും എന്താണ്? നമ്മുടെ ടൈഫോയിഡ് ഡിസീസ് അല്ലെങ്കിൽ പീ സൂപ്പ് ഡയറിയയുടെ ലക്ഷണങ്ങളാണ്. ഇത് ചോദിക്കും. ഇത് 1 മാർക്കിനോ 2 മാർക്കിനോ ക്വസ്റ്റ്യൻ ആയി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ടൈഫോയിഡ് എന്ന് തന്നെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണിത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. വളരെ കുറച്ച് പോയിന്റേ ഉള്ളൂ, നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആയ 1-2 വേർഡ്സ് ആണ്. ഒന്ന്, സ്റ്റെപ്പ് ലാഡർ പാറ്റേണിൽ വരുന്ന ഫീവർ. സ്റ്റെപ്പ് ലാഡർ ഫീവർ അത് ഏതിന്റെ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഏത് ഡിസീസിന്റെ ലക്ഷണമാണ്? സ്റ്റെപ്പ് ലാഡർ പാറ്റേണിൽ വരുന്ന ഫീവർ എന്ന് ചോദിച്ചാൽ ഏതാണ്? ടൈഫോയിഡ് ഡിസീസിലാണ്. അതേപോലെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു സാധനമാണ് റോ സ്പോട്സ് ടൈപ്പിലുള്ള റാഷസ്, സ്കിൻ റാഷസ്, റോ സ്പോട്സ് പോലെ വരുന്നത് ഏതാണ്? അതും ടൈഫോയിഡിന്റെ ലക്ഷണമാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് ഈ പേര് പീ സൂപ്പ് ഡയേറിയ. പീ സൂപ്പ് ഡയറിയ എന്ന് പറയുന്നത് ഏതാണ്? ടൈഫോയിഡ് ആണ്, തെറ്റിക്കരുത്. ഓക്കെ. അപ്പൊ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ക്ലിയർ ആയില്ലേ? പീ സൂപ്പ് ഡയേറിയ അല്ലെങ്കിൽ ടൈഫോയിഡിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓക്കെ അല്ലേ? ഏതൊക്കെയാണ്? ചിൽസ് ആൻഡ് ഹൈ ഫീവർ, that is step ladder pattern, malaise and fatigue, headache, cough, sore throat, loss of appetite, abdominal pain, developed skin rashes, constipation. അപ്പൊ ഇത്രയും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത നമ്മുടെ ടൈഫോയിഡ് എന്ന ഡിസീസിന് ലബോറട്ടറി ഡയഗ്നോസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഏതൊക്കെ ഡയഗ്നോസിസ് വഴി ഇതിനെ കണ്ടെത്താം, ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കാം? ഒന്നാമതായിട്ട് നമ്മൾ മൈക്രോബയോളജിക്കൽ പ്രൊസീജിയർ ആണ് എടുക്കുന്നത്. അതിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? ഐസൊലേഷൻ ഓഫ് ടൈഫോയിഡ് ബാസിലി ഫ്രം ബ്ലഡ്, ബോൺ മാരോ ആൻഡ് സ്റ്റൂൾസ്. അപ്പൊ ബ്ലഡിൽ നിന്നും ബോൺ മാരോയിൽ നിന്നും സ്റ്റൂൾസിൽ നിന്നുമൊക്കെ നമ്മൾ ഈ ടൈഫോയിഡ് ബാസിലൈനെ ഐസൊലേറ്റ് ചെയ്യുന്ന ടെക്നിക്ക്, അതിനെ പറയുന്നതാണ് മൈക്രോബയോളജിക്കൽ പ്രൊസീജിയർ. ഐസൊലേഷൻ ഓഫ് ടൈഫോയിഡ് ബാസിലൈ ഫ്രം ബ്ലഡ്, ബോൺ മാരോ ആൻഡ് സ്റ്റൂൾ. അപ്പൊ ഈ ബ്ലഡ് കൾച്ചർ എന്ന് പറയുന്നത് ഒരു മെയിൻ സ്റ്റേ ഓഫ് ഡയഗ്നോസിസ് ഓഫ് ദ ഡിസീസ് ആണ്. ഇതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഐഡന്റിഫിക്കേഷൻ ടെക്നിക്കോ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ മൈക്രോബയോളജിക്കൽ പ്രൊസീജിയർ എങ്ങനെയാണ്? ബ്ലഡിൽ നിന്നും ബോൺ മാരോയിൽ നിന്നും ഒക്കെ നമ്മൾ ടൈഫോയിഡിന്റെ ബാസിലിനെ കണ്ടെത്തുന്ന പ്രൊസീജിയർ. രണ്ടാമത്തെ പ്രൊസീജിയർ ആണ് സെറോളജിക്കൽ പ്രൊസീജിയർ. ഇമ്പോർട്ടന്റ് ആയ ഒരു ടെസ്റ്റ് ആണ് ഏത്? ഫെലിക്സ് വിഡാൽ ടെസ്റ്റ്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ടെസ്റ്റ് ആണ്. ഇത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോ അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാനും ഒക്കെ ചോദിക്കാം. ഫെലിക്സ് വിഡാൽ ടെസ്റ്റ് ഏതിന്റെ ടെസ്റ്റ് ആണ്? ടൈഫോയിഡ് എന്ന ഡിസീസിന്റെ ടെസ്റ്റ് ആണ് ഫെലിക്സ് വിഡാൽ ടെസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടെസ്റ്റ് മറന്നേ പോകരുത്. ഫെലിക്സ് വിഡാൽ ടെസ്റ്റ് എന്ന പേര് മറക്കേ ചെയ്യരുത്. അത് ഏതിൻ്റെതാണ്? ടൈഫോയിഡ് ഡിസീസിന്റെ സെറോളജിക്കൽ പ്രൊസീജിയർ ടെസ്റ്റ് ആണ് ഫെലിക്സ് വിഡാൽ ടെസ്റ്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ന്യൂ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇനി ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന പുതിയ ന്യൂ ടെസ്റ്റുകളാണ് ഐഡിയൽ ട്യൂബെക്സ് ടെസ്റ്റ്, ടൈഫി ഡോട്ട്, ഡിപ്സ്റ്റിക് ടെസ്റ്റ്. ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് ആ പേരുകളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് ഇമ്പോർട്ടന്റ് ആയ പുതിയ ടെസ്റ്റുകളാണ്. ടൈഫി ഡോട്ട്, ഐഡിയൽ ട്യൂബെക്സ് ടെസ്റ്റ്, ഡിപ്സ്റ്റിക് ടെസ്റ്റ്. ഇതൊക്കെ ഏതിന്റെ ടെസ്റ്റുകളാണ്? നമ്മുടെ ടൈഫോയിഡ് ഡിസീസിന്റെ ടെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ മൈക്രോബയോളജിക്കൽ പ്രൊസീജിയറിൽ എന്തായിരുന്നു? ബ്ലഡ് കൾച്ചർ വഴിയൊക്കെ നമ്മൾ കണ്ടെത്തും. ബ്ലഡ് കൾച്ചർ വഴി ടൈഫോയിഡ് ബാസിലിയെ കണ്ടെത്തുന്നത്. സെറോളജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഏതാണ്? ഫെലിക്സ് വിഡാൽ ടെസ്റ്റ് ആണ്.
പിന്നെ പറഞ്ഞ മൂന്നെണ്ണം ഏതായിരുന്നു? ന്യൂ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളായിരുന്നു. ഐഡിയൽ ട്യൂബെക്സ് ടെസ്റ്റ്, ടൈഫിഡോട്ട്, ഡിപ്സ്റ്റിക് ടെസ്റ്റ്. ഇതും നമുക്ക് വൺ വേർഡിനോ അല്ലെങ്കിൽ നമുക്ക് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാൻ പറ്റുന്ന, ചോദ്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാരാണ് ഈ ഐഡിയൽ ട്യൂബെക്സ് ടെസ്റ്റ്. അത് ഏതിന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഏത് ഡിസീസിൻ്റെതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ടൈഫോയിഡ് ഡിസീസിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഇനി പ്രധാനപ്പെട്ടതാണ് കൺട്രോൾ ഓഫ് ടൈഫോയിഡ് ഫീവർ. അപ്പൊ നമ്മൾ ഈ ടൈഫോയിഡ് എന്ന ഫീവറിനെ നമുക്ക് എങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാൽ ഇതിനെ നമുക്ക് കൺട്രോളിലോട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ടൈഫോയിഡ് ഫീവറിന്റെ കൺട്രോളിൽ വരുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, കൺട്രോൾ ഓഫ് റിസർവോയർ. റിസർവോയർ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, മാൻ ഈസ് ദ ഓൺലി നോൺ റിസർവോയർ. അപ്പൊ റിസർവോയറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് വഴി ടൈഫോയിഡ് ഫീവറിനെ നമുക്ക് കൺട്രോൾ ആക്കാം. രണ്ട്, കൺട്രോൾ ഓഫ് സാനിറ്റേഷൻ, ശുചിത്വം വഴി. മൂന്നാമത്, ഇമ്മ്യൂണൈസേഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കൺട്രോൾ ഓഫ് ടൈഫോയിഡ് ഫീവറിലെ ആദ്യത്തേത് കൺട്രോൾ ഓഫ് റിസർവോയർ. നമ്മൾ നേരത്തെ പറഞ്ഞു, കൺട്രോൾ ഓഫ് റിസർവോയർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, കേസ് എന്ന രൂപത്തിലും കാരിയർ എന്ന രൂപത്തിലും. അപ്പൊ നമ്മൾ കേസിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെയല്ല? ഒന്ന്, നമുക്ക് അവരെ എയർലി ഡയഗ്നോസ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ നടത്താം, ഐസൊലേഷൻ നടത്താം, ട്രീറ്റ്മെന്റ് കൊടുക്കാം, ഡിസിൻഫെക്ഷൻ ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ 6 വഴി കൂടെയാണ് കേസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന്, എയർലി ഡയഗ്നോസിസ്, ആദ്യം തന്നെ അവരെ കണ്ടെത്തുന്നു. നോട്ടിഫിക്കേഷൻ, കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ നോട്ടിഫൈ ചെയ്യുന്നു. ഐസൊലേഷൻ, കേസ് ഷുഡ് ബി ഐസൊലേറ്റഡ് ടിൽ 3 ബാക്ടീരിയോളജിക്കലി നെഗറ്റീവ് സ്റ്റൂൾ ആൻഡ് യൂറിൻ റിപ്പോർട്ട് ആർ ഒബ്റ്റൈൻഡ് ഓൺ 3 സെപ്പറേറ്റ് ഡേയ്സ്. അപ്പോൾ 3 സെപ്പറേറ്റ് ദിവസങ്ങളിലായിട്ട് സ്റ്റൂളും യൂറിനും നെഗറ്റീവ് സാമ്പിൾസ് കിട്ടുന്നത് വരെ നമ്മൾ ഇവരെ എങ്ങനെ ചെയ്യും? ഐസൊലേറ്റ് ചെയ്യും. ഇവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. കേസസ് ഷുഡ് ബി ഐസൊലേറ്റഡ് ടിൽ 3 ബാക്ടീരിയോളജിക്കലി നെഗറ്റീവ് സ്റ്റൂൾസ് ആൻഡ് യൂറിൻ റിപ്പോർട്ട്സ് ആർ ഒബ്റ്റൈൻഡ് ഓൺ 3 സെപ്പറേറ്റ് ഡേയ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ കേസിനെ എങ്ങനെ? ആദ്യം നമ്മൾ ഇയർലി ഡയഗ്നോസ് ചെയ്യും. ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കൊടുക്കും. അതിനുശേഷം ഐസൊലേറ്റ് ചെയ്യും. അതിനുശേഷം അവരെ ട്രീറ്റ്മെന്റ് ചെയ്യും. പിന്നീട് അവർ നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ, കേസസിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് എന്ത്? ഫ്ലൂറോകിനിലോൺസ്. ഫ്ലൂറോകിനിലോൺസ് ഏതിന്റെ ഡ്രഗ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ ടൈഫോയിഡ് ഫീവറിലെ കേസസിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്ലൂറോകിനിലോൺസ്. പിന്നീട് ഡിസിൻഫെക്ഷൻ ചെയ്യും, പിന്നീട് ഫോളോ അപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺട്രോൾ ഓഫ് റിസർവോയറിൽ തന്നെ കൺട്രോൾ ഓഫ് കേസസിൽ വരുന്നത്. ഒരു കേസിന്റെ കൺട്രോൾ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഒരു കേസിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. എങ്ങനെയെല്ലാം ചെയ്യാം? നമുക്ക് അവരെ എയർലി ഡയഗ്നോസ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ നടത്താം, ഐസൊലേറ്റ് ചെയ്യാം, ട്രീറ്റ്മെന്റ് എടുക്കാം, ഡിസിൻഫെക്ഷൻ നടത്താം, ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കേസിന്റെ കൺട്രോളിൽ വരുന്നത്. അതിൽ ട്രീറ്റ്മെന്റ്, കേസിന്റെ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന ഡ്രഗ് ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ഫ്ലൂറോകിനുലോൺസ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ട്രീറ്റ്മെന്റ് ഏതാണ്? കേസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഏതാണ്? ഫ്ലൂറോകിനുലോൺസ് ആണ്. ടൈഫോയിഡ് എന്ന ഫീവറിൽ കേസിന് കൊടുക്കുന്ന ഡ്രഗ് ഏതാണ്? ഫ്ലൂറോകിനുലോൺസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ കൺട്രോൾ ഓഫ് റിസർവോയറിൽ നമ്മൾ ആദ്യം എന്താ പഠിച്ചത്? കേസിനെ കൺട്രോൾ ചെയ്യുന്ന വിധം. ക്ലിയർ അല്ലേ അത്? അപ്പൊ കേസിന് കൊടുക്കുന്ന ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫ്ലൂറോകിനുലോൺസ് ആണ്. ഇനി നമുക്ക് കാരിയറിന്റെ കാര്യം നോക്കാം. അടുത്തത് കാരിയേഴ്സ്. സിൻസ് കാരിയേഴ്സ് ആർ ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ടൈഫോയിഡ് ഫീവർ, their identification and treatment is one of the most radical ways of controlling typhoid fever. The carrier should be given an intensive course of ampicillin or amoxicillin together with the probenecid for 6 weeks. ഓക്കെ, നമ്മൾ കേസസിനേക്കാളും പ്രശ്നക്കാരാരാണ്? കാരിയേഴ്സ് ആണ്. അവര് ഒളിച്ചിരിക്കും, ഉള്ളിൽ ഒളിച്ചിരിക്കും. അതേപോലെ മറ്റുള്ളവർക്ക് രോഗം പരത്തുകയും ചെയ്യും. കാരിയേഴ്സ് എന്ന് പറയുന്നത് ടൈഫോയിഡ് ഫീവറിൽ നമുക്ക് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വളരെ പ്രയാസമുള്ള ആൾക്കാരാണ് കാരിയർ എന്ന് പറയുന്നത്. അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ പാടാണ്. ഇനി നമ്മൾ കേസസിൽ ഫ്ലൂറോകിനിലോൺസ് എന്ന ഡ്രഗ് കൊടുത്തതുപോലെ കാരിയേഴ്സിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഏതൊക്കെയാണ്? ആംബിസിലിൻ അല്ലെങ്കിൽ അമോക്സിസിലിൻ ടുഗദർ വിത്ത് പ്രൊബേനിസിഡ്.
പ്രൊബേനിസിഡ് എന്ന ഡ്രഗിന്റെ കൂടെ ആംബിസിലിനോ അല്ലെങ്കിൽ അമോക്സിസിലിനോ കൊടുക്കുന്നു 6 ആഴ്ചത്തേക്ക്. ഇതാണ് കാരിയേഴ്സിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാരിയേഴ്സിന്റെ ഡ്രഗ് ഓഫ് ചോയ്സും കേസസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സും ക്ലിയർ അല്ലേ? കേസസിന് നമ്മൾ കൊടുത്തത് ഏതാണ്? ഏത് ഡ്രഗാണ് നമ്മൾ കൊടുത്തത്? ഫ്ലൂറോകിനിലോൺസ് ആണ് നമ്മൾ കേസസിന്റെ കാര്യത്തിൽ കൊടുത്തത്. കാരിയേഴ്സിന്റെ കാര്യത്തിൽ അതെങ്ങനെയാണ്? ഡ്രഗ് എന്ന് പറയുന്നത് ഇന്റൻസീവ് കോഴ്സ് ഓഫ് ആംബിസിലിൻ ഓർ അമോക്സിസിലിൻ ടുഗദർ വിത്ത് പ്രൊബേനിസിഡ് ഫോർ 6 വീക്സ്. എത്ര നാളത്തേക്ക്? 6 ആഴ്ചത്തേക്ക് കാരിയേഴ്സിന് ഡ്രഗ് കൊടുക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ കൺട്രോൾ ഓഫ് റിസർവോയറിലെ കേസസിന്റെ കൺട്രോളും കാരിയേഴ്സിന്റെ കൺട്രോളും എങ്ങനെയാണെന്ന് പഠിച്ചില്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തത് കൺട്രോൾ ഓഫ് സാനിറ്റേഷൻ. ശുചിത്വം വഴി നമുക്ക് എങ്ങനെ ഈ ഡിസീസിനെ കൺട്രോളിൽ കൊണ്ടുവരാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, മോശം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ രോഗത്തിന് കുറച്ചും കൂടി ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടു കൊടുത്തത്. അപ്പൊ നമുക്ക് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ തന്നെ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നാൽ ഈ രോഗത്തിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. രോഗത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പൊ കൺട്രോൾ ഓഫ് സാനിറ്റേഷനിൽ വരുന്ന എന്താണ്? പ്യുവർ വാട്ടർ, പ്രോപ്പർ സാനിറ്റേഷൻ, ഫുഡ് ഹൈജീൻ, ഇതൊക്കെയാണ്. അപ്പൊ നമ്മള് നല്ല ക്വാളിറ്റിയിലുള്ള വാട്ടർ സപ്ലൈ, പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്റേഷൻ, ഫുഡ് ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസീസിനെ, ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസിനെ നമുക്ക് കൺട്രോളിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2 കൺട്രോളുകൾ നമ്മൾ നോക്കി. അതൊക്കെയാണ് കൺട്രോൾ ഓഫ് റിസർവോയറും രണ്ടാമത്തത് കൺട്രോൾ ഓഫ് സാനിറ്റേഷനും. അപ്പൊ സാനിറ്റേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്യുവർ വാട്ടർ സപ്ലൈ, പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്റേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡിന്റെയും പേഴ്സണലും ഒക്കെ ഹൈജീൻ, ഇതൊക്കെ കൺട്രോൾ ഓഫ് സാനിറ്റേഷനിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഇമ്മ്യൂണൈസേഷൻ. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പാർട്ടാണ് ഇമ്മ്യൂണൈസേഷൻ. അപ്പൊ നമ്മള് ടൈഫോയിഡ് എന്ന ഡിസീസിനെതിരെ കൊടുക്കുന്ന 2 വാക്സിൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ വാക്സിനാണ് ദ VI പോളിസാക്കറൈഡ് വാക്സിൻ. ഇതെന്ന് പറഞ്ഞാൽ ഒരു സബ് യൂണിറ്റ് വാക്സിൻ ആണ്. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. ഇത് സിംഗിൾ ഡോസ് ആയിട്ട് എടുത്താൽ മതി. ഇൻട്രാമസ്കുലർ ആയിട്ടോ എടുത്താൽ മതി. പിന്നീട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ആഫ്റ്റർ 7 ഡേയ്സ് ആണ്. വാക്സിൻ എടുത്ത് 7 ദിവസത്തിന് ശേഷം നമുക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഫോർ ഹൈ റിസ്ക് വാക്സിനേഷൻ, റീവാക്സിനേഷൻ ഈസ് റെക്കമെൻഡഡ് എവറി 3 years. ഹൈ റിസ്കിലുള്ളവർക്ക് നമ്മൾ ഓരോ 3 വർഷം കൂടുമ്പോഴും റീവാക്സിനേഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നോ സീരിയസ് അഡ്വേഴ്സ് എഫക്റ്റ്. ദ VI പോളിസാക്കറൈഡ് വാക്സിന് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റ് തന്നെ വളരെ കുറവാണ്. അപ്പൊ എന്താണ് VI പോളിസാക്കറൈഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ? ഇതൊരു സബ് യൂണിറ്റ് വാക്സിൻ ആണ്. 2 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഇത് എടുക്കുന്നത്. സിംഗിൾ ഡോസ് മതി. ഇമ്മ്യൂണിറ്റി എത്ര നാളിന് ശേഷം ഡെവലപ്പ് ചെയ്യും? 7 ദിവസത്തിന് ശേഷം. വാക്സിൻ എടുത്ത് 7 ദിവസത്തിന് ശേഷം ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ഹൈ റിസ്കിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഓരോ 3 വർഷം കൂടുമ്പോഴും റീവാക്സിനേഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നോ സീരിയസ് അഡ്വേഴ്സ് എഫക്റ്റ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ VI പോളിസാക്കറൈഡ് വാക്സിനെ കുറിച്ചുള്ള പോയിന്റ്സ് മനസ്സിലായില്ലേ? എക്സാമിന് പോയിന്റ് ആയിട്ട് എഴുതാനുള്ള തരത്തിലുള്ള പോയിന്റുകളാണ് തന്നേക്കുന്നത്. വളരെ ഈസി ആയിട്ട് എന്താണ് VI പോളിസാക്കറൈഡ് വാക്സിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു സബ് യൂണിറ്റ് വാക്സിൻ ആണ്. 2 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കാം. സിംഗിൾ ഡോസ് ആയിട്ട് എടുത്താൽ മതി. 7 ദിവസത്തിന് ശേഷം ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. ഹൈ റിസ്കിലുള്ളവർക്ക് 3 വർഷം കൂടുന്തോറും വീണ്ടും റീവാക്സിനേഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അഡ്വേഴ്സ് എഫക്റ്റുകൾ ഇല്ലെന്ന് തന്നെ പറയാം. ഓക്കെ, അടുത്ത വാക്സിൻ ആണ് TY21A വാക്സിൻ. അപ്പൊ ടൈഫോയിഡിന്റെ മറ്റൊരു വാക്സിൻ ആണ് TY21A വാക്സിൻ എന്ന് പറയുന്നത്. ഇത് ഒരു ലൈവ് ഓറൽ വാക്സിൻ ആണ്. ഇത് 5 വയസ്സിൽ കൂടുതൽ ഉള്ളവർക്കാണ് കൊടുക്കുന്നത്. ഗ്രേറ്റർ ദാൻ 5 years ആണ് കൊടുക്കുന്നത്. 3 ഡോസസ് ആണ് കൊടുക്കുന്നത്. 1, 3rd, 5th ഡേ, ആദ്യത്തെ ദിവസം, 3-ാം ദിവസം, 5-ാം ദിവസം എന്നിങ്ങനെ 3 ഡോസസ് ആയിട്ടാണ് TY21A വാക്സിൻ എടുക്കുന്നത്. ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് 7 days ആഫ്റ്റർ ലാസ്റ്റ് ഡോസ്. ലാസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം 7 ദിവസം കഴിഞ്ഞാണ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പായി തുടങ്ങുന്നത്. അപ്പൊ ടൈഫോയിഡിന് നമ്മൾ 2 വാക്സിനുകൾ പറഞ്ഞു. ഒന്ന് TY21A വാക്സിനും 2 ഒരു പോളിസാക്കറൈഡ് വാക്സിനും. പോളിസാക്കറൈഡ് വാക്സിൻ എങ്ങനെയാണ്? ഒരു സബ് യൂണിറ്റ് വാക്സിൻ ആണ്. TY21A വാക്സിൻ എങ്ങനെയാണ്?
ഒരു ലൈവ് ഓറൽ വാക്സിൻ ആണ്. TY21A ഗ്രേറ്റർ ദാൻ 5 ഇയേഴ്സ് ആണ്. അതേസമയം മറ്റേ പോളിസാക്കറൈഡ് വാക്സിൻ എങ്ങനെയായിരുന്നു? 2 വയസ്സിന് മേളിലുള്ളവർക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, വാക്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? നമുക്ക് അത്രയും ആഴത്തിൽ പഠിക്കണ്ട, എക്സാമിന് എഴുതുന്ന പോയിന്റിൽ മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? വാക്സിനെ കുറിച്ച് ഒന്നും കൂടി പറയണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് ഒന്നും കൂടെ നോക്കാം. 2 ടൈപ്പ് വാക്സിൻ ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? VI പോളിസാക്കറൈഡ് വാക്സിൻ. അത് എങ്ങനെയാണ്? അതൊരു സബ് യൂണിറ്റ് വാക്സിൻ ആണ്. 2 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൊടുക്കുന്നത്. സിംഗിൾ ഡോസ് മതിയാകും. ഇമ്മ്യൂണിറ്റി 7 ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യും. ഹൈ റിസ്കിലുള്ളവർക്ക് നമ്മൾ റീവാക്സിനേഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അഡ്വേഴ്സ് ഇഫക്റ്റുകൾ വളരെ കുറവാണ്. അടുത്ത മറ്റൊരു വാക്സിനാണ് ഏത്? TY21A വാക്സിൻ. ഇതൊരു ലൈവ് ഓറൽ വാക്സിൻ ആണ്. ഗ്രേറ്റർ ദാൻ 5 ഇയേഴ്സിലുള്ളവർക്കാണ് കൊടുക്കുന്നത്. ഇതിന് 3 ഡോസസ് എടുക്കുന്നുണ്ട്. 1-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം എന്നിങ്ങനെ 3 ദിവസം എടുക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ലാസ്റ്റ് ഡോസ് എടുത്ത് 7 ദിവസം കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസ്. ടൈഫോയിഡ് ഡിസീസ് നമുക്കൊരു 15 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എങ്ങനെയായാലും അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിസീസ് ആണ്. പഠിക്കാൻ വളരെ ഈസിയാണ്, ഈസിയായി സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മറ്റൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയ ഫുഡ് പോയ്സണിങ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ, ടൈഫോയിഡ് ഡിസീസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു അസുഖമാണ് എന്ത്? ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുഡ് പോയ്സണിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണുള്ളത്. നമുക്ക് ഫുഡ് പോയ്സണിങ്ങും ഒരു 15 മാർക്കിന്റെ എസ്സേയോ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയോ ചോദിക്കാവുന്നതാണ്. ഫുഡ് പോയ്സണിങ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു ഡെഫിനിഷൻ. Food poisoning is an acute gastroenteritis caused by ingestion of food or drink contaminated with either living bacteria or their toxins or inorganic chemical substances and poisons derived from plants and animals. ഒന്നുമില്ല. ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു അക്യൂട്ട് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ്. എങ്ങനെ? കോസ്ഡ് ബൈ ഇൻജക്ഷൻ ഓഫ് ഫുഡ് ഓർ ഡ്രിങ്ക് കണ്ടാമിനേറ്റഡ് വിത്ത് എയ്തർ ലിവിങ് ബാക്ടീരിയ ഓർ ദെയർ ടോക്സിൻസ്. ഒരു ലിവിങ് ആയിട്ടുള്ള ബാക്ടീരിയയോ അല്ലെങ്കിൽ അവരുടെ ടോക്സിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനോർഗാനിക് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസോ പോയ്സൺസോ ഒക്കെ കാരണം നമ്മൾ ഒരു ഫുഡോ ഡ്രിങ്കോ കഴിക്കുന്നതിൽ ഇത് ഉൾപ്പെട്ടാൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അസുഖം ആണ് എന്ത്? ഫുഡ് പോയ്സണിങ്. അപ്പോൾ ഫുഡ് പോയ്സണിങ് ഈസ് ആൻ അക്യൂട്ട്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. അക്യൂട്ട് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് കോസ്ഡ് ബൈ ഇൻജക്ഷൻ ഓഫ് ഫുഡ് ഓർ ഡ്രിങ്ക് കണ്ടാമിനേറ്റഡ് വിത്ത് എയ്തർ ലിവിങ് ബാക്ടീരിയ ഓർ ദെയർ ടോക്സിൻസ് ഓർ ഇനോർഗാനിക് കെമിക്കൽ സബ്സ്റ്റൻസസ് ആൻഡ് പോയ്സൺസ് ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, അപ്പോൾ ഇത് ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. ഫുഡ് പോയ്സണിങ് എന്ന് 1 മാർക്കിന് ചോദിച്ചാലും 2 മാർക്കിന് ചോദിച്ചാലും നമ്മൾ ഇതേ ഡെഫിനിഷൻ തന്നെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഫുഡ് പോയ്സണിങ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് ഓഫ് ഫുഡ് പോയ്സണിങ്ങില് 2 ടൈപ്പിലാണ് മെയിൻ ആയിട്ട് ഇത് ഉള്ളത്. ഒന്ന് നോൺ ബാക്ടീരിയലും, 2 ബാക്ടീരിയലും. അപ്പൊ നോൺ ബാക്ടീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്ഡ് ബൈ കെമിക്കൽസ് സച്ച് ആസ് ആഴ്സനിക്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, കാഡ്മിയം, മെർക്കുറി എക്സെട്ര. അപ്പൊ നോൺ ബാക്ടീരിയൽ പേരിൽ തന്നെയുണ്ട്, ബാക്ടീരിയ അല്ല. ബാക്ടീരിയ അല്ലാത്ത മറ്റെന്തോ സബ്സ്റ്റൻസ് ആണ്. ആ സബ്സ്റ്റൻസ് എന്താണ്? അത് കെമിക്കൽസ് ആകാം. എന്തെല്ലാം ആകാം? ആഴ്സനിക് പോലെയുള്ള കെമിക്കൽസ് ആകാം, ഫെർട്ടിലൈസേഴ്സ് ആകാം, പെസ്റ്റിസൈഡ്സ് ആകാം, കാഡ്മിയം, മെർക്കുറി പോലെയുള്ള കെമിക്കൽസ് വരെയും ആകാം, മെറ്റൽസ് പോലും ആകാം. അപ്പോൾ നോൺ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ അല്ല, കെമിക്കൽസ് കാരണം ഉണ്ടാകുന്നതാണ്. ഇനി ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് ആണെങ്കിലോ? കോസ്ഡ് ബൈ ദ ഇൻജക്ഷൻ ഓഫ് ഫുഡ് കണ്ടാമിനേറ്റഡ് ബൈ ലിവിങ് ബാക്ടീരിയ ഓർ ദെയർ ടോക്സിൻ. നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെ കണ്ടാമിനേറ്റഡ് ആയി? ഒന്നുകിൽ ലിവിങ് ബാക്ടീരിയയുടെ പ്രസൻസ് കാരണമോ അല്ലെങ്കിൽ അവയുടെ ടോക്സിൻസ് കാരണമോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വഴി നമുക്ക് എന്ത്? ഫുഡ് പോയ്സണിങ് ഉണ്ടാവുന്നതാണെങ്കിൽ അത് ബാക്ടീരിയൽ ആണ്. ഇപ്പൊ ബാക്ടീരിയൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുകിൽ ഒരു ലിവിങ് ബാക്ടീരിയയുടെ പ്രസൻസോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ടോക്സിന്റെ പ്രസൻസോ കാണാം. ബാക്ടീരിയ ഉണ്ടാക്കിയ ടോക്സിന്റെ പ്രസൻസോ ഉള്ള ഫുഡ് കൺസ്യൂഷൻ ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാവുന്നതാണ് ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ്. ഓക്കെ,
അപ്പൊ നമ്മൾ ഇന്നിന് പഠിക്കാൻ പോകുന്ന എല്ലാം ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് ആണ്. ഓക്കെ, ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് മേ ബി ഓഫ് ഫോളോയിങ് ടൈപ്സ്. നമ്മൾ ഇന്ന് ഒരു 5-6 ടൈപ്പോളം പഠിക്കുന്നുണ്ട്. അതെല്ലാം ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് ആണ്. നമ്മൾ നോൺ ബാക്ടീരിയൽ ടൈപ്പ് ഒന്നും പഠിക്കുന്നില്ല, എല്ലാം ബാക്ടീരിയൽ ടൈപ്പ് ആണ്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫുഡ് പോയ്സണിങ് ആണ് സാൽമോണെല്ല ഫുഡ് പോയ്സണിങ്. ഓക്കെ, ആൻ എക്സ്ട്രീംലി കോമൺ ഫോം ഓഫ് ഫുഡ് പോയ്സണിങ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഫുഡ് പോയ്സണിങ്ങുകളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫുഡ് പോയ്സണിങ് ഏതാണ്? സാൽമോണെല്ല ഫുഡ് പോയ്സണിങ് ആണ്. ഇത് നമുക്ക് വൺ വേർഡിന് ചോദിക്കാം. മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു 3-4 ഓപ്ഷൻ തന്നാൽ ഏത് എഴുതണം? സാൽമോണെല്ല ഫുഡ് പോയ്സണിങ് എഴുതണം. മോസ്റ്റ് കോമൺ ഫുഡ് പോയ്സണിങ് ഏതാണ്? സാൽമോണെല്ല ഫുഡ് പോയ്സണിങ്. അപ്പോ ഈ ഫുഡ് പോയ്സണിങ്ങിന്റെ ഏജന്റ് ആരാണ്? സാൽമോണെല്ല ടൈഫിമ്യൂരിയം. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജന്റ്. സാൽമോണെല്ല പേരിൽ തന്നെ ഉണ്ട്. സാൽമോണെല്ല ടൈഫിമ്യൂരിയം, സാൽമോണെല്ല കോളറ സൂയിസ്, സാൽമോണെല്ല എന്ററൈറ്റിഡിസ്, ഇതൊക്കെ ഇതിന്റെ മറ്റ് ഏജന്റുമാരാണ്. എന്നാലും മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാനുള്ള ആരാണ്? സാൽമോണെല്ല ടൈഫിമ്യൂരിയം. പേരിൽ തന്നെ ഉണ്ട്, പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഏജന്റ് ആരാണ്? സാൽമോണെല്ല ടൈഫിമ്യൂരിയം. അപ്പൊ സാൽമോണെല്ല ഫുഡ് പോയ്സണിങ് എന്താണ്? മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫുഡ് പോയ്സണിങ് ആണ്. ഇത് പരത്തുന്നത് ആരാണ്? ബാക്ടീരിയമായ സാൽമോണെല്ല ടൈഫിമ്യൂരിയവുമാണ്. അടുത്ത ഇതിന്റെ സോഴ്സ് എന്താണ്? സാൽമണലോസിസ് ഈസ് പ്രൈമർലി എ ഡിസീസ് ഓഫ് ആനിമൽസ്. അപ്പോൾ പ്രൈമർലി സാൽമണലോസിസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആനിമൽസിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ്. മാൻ ഗെറ്റ്സ് ദ ഇൻഫെക്ഷൻ ഫ്രം ഫാം ആനിമൽസ് ആൻഡ് പൗൾട്രി ത്രൂ കണ്ടാമിനേറ്റഡ് മീറ്റ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്, സോസേജസ്, കസ്റ്റാർഡ്, എഗ് ആൻഡ് എഗ് പ്രോഡക്റ്റ്. അപ്പോ സാൽമണലോസിസ് എന്ന് പറയുന്നത് പ്രൈമർലി എങ്ങനെയാണ്? ആനിമൽസിൽ ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ്. പക്ഷേ ഇത് മാനിന് കിട്ടുന്നത് എങ്ങനെയാണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മീറ്റോ മിൽക്കോ എഗ്ഗോ അല്ലെങ്കിൽ എഗ്ഗിന്റെ പ്രോഡക്ട്സോ ഒക്കെ ഉപയോഗിക്കുന്നത് വഴിയാണ് മനുഷ്യന് ഈ അസുഖം വരുന്നത്. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ഏജന്റ് എന്താണെന്നും സോഴ്സ് എങ്ങനെയാണെന്നും ക്ലിയർ ആയില്ലേ? അപ്പൊ ഏജന്റ് ആരായിരുന്നു? സാൽമോണെല്ല ടൈഫൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയമാണ് ഇതിന്റെ ഏജന്റ്. സോഴ്സ് എങ്ങനെയാണ്? മെയിൻ ആയിട്ട് സാൽമണലോസിസ് ആരിലെ അസുഖമാണ്? ആനിമൽസിലെ അസുഖമാണ്. മാനിന് ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എഗ്ഗോ മീറ്റോ അല്ലെങ്കിൽ മിൽക്കോ പ്രോഡക്ട്സ് കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് ഇൻകുബേഷൻ പീരീഡ്. ഇവിടെ സാൽമോണെല്ല പരത്തുന്ന സാൽമോണെല്ല ഫുഡ് പോയ്സണിങ്ങിന്റെ ഇൻകുബേഷൻ പീരീഡ് എത്രയാണ്? 12 മുതൽ 24 മണിക്കൂർ വരെയാണ് ഇതിന്റെ ഇൻകുബേഷൻ പീരീഡ്. ഇനി മെക്കാനിസം ഓഫ് ഫുഡ് പോയ്സണിങ്. എങ്ങനെയാണ് ഫുഡ് പോയ്സണിങ് ഉണ്ടാകുന്നത്? സാൽമോണെല്ല ഫുഡ് പോയ്സണിങ് ഉണ്ടാകുന്നത് എങ്ങനെ? The causative organisms on ingestion multiply the intestine and give rise to acute enteritis and colitis. The onset is generally sudden with chills, fever, nausea, vomiting and a profuse carrier water diarrhea which usually lasts 2 to 3 days. ഒന്നുമില്ല, നമ്മുടെ ഈ ഓർഗാനിസം ഉള്ളിലോട്ട് ചെന്നാൽ എന്ത് പറ്റും? നമ്മൾ കഴിക്കുന്ന ഫുഡ് വഴി ഓർഗാനിസം ഉള്ളിലോട്ട് ചെന്ന് അവിടെ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്ത് ഇത് എന്തുണ്ടാക്കും? അക്യൂട്ട് എന്ററൈറ്റിസ് ആൻഡ് കോളൈറ്റിസ് ഇതുണ്ടാക്കും. പെട്ടെന്ന് അക്യൂട്ട് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് ഉണ്ടാവുന്നു. ഈ നമുക്ക് എന്തെല്ലാം സിംറ്റംസ് ഈ അസുഖത്തിൽ കൂടെ വരുന്നുണ്ട്? ചിൽസ്, ഫീവർ, വൊമിറ്റിംഗ്, വാട്ടറി ഡയേറിയ, ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. അപ്പോൾ സാൽമോണെല്ല ഫുഡ് പോയ്സണിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയ സിംറ്റംസ് ആണ് എന്തൊക്കെ? ചിൽസ്, ഫീവർ, വൊമിറ്റ്, വാട്ടറി ഡയേറിയ ഫോർ 2 to 3 days. ഡയേറിയ എത്ര? 2 മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇത് മോസ്റ്റ് കോമൺ ആയി കാണപ്പെടുന്ന ഒരു ഫുഡ് പോയ്സണിങ് ആണ്. അപ്പൊ സാൽമോണെല്ല ഫുഡ് പോയ്സണിങ് ക്ലിയർ അല്ലേ? എങ്ങനെയാണ്? മോസ്റ്റ് കോമൺ ആയി കാണപ്പെടുന്ന ഒരു ഫുഡ് പോയ്സണിങ് ആണ്. നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫാം ആനിമൽസിൽ നിന്നോ പൗൾട്രിയിൽ നിന്നോ ആണ്. ഇൻകുബേഷൻ പീരീഡ് എത്രയാണ്? 12 മുതൽ 24 മണിക്കൂറാണ്. ഇതും എങ്ങനെയാണ്? സിംറ്റംസ് എന്തൊക്കെയാണ്? ചിൽസ്, ഫീവർ, വൊമിറ്റ്, വാട്ടറി ഡയേറിയ, ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒന്നാമത്തെ ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് ആയ സാൽമോണെല്ല ഫുഡ് പോയ്സണിങ്. നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തത് സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്. അടുത്ത മറ്റൊരു ഫുഡ് പോയ്സണിങ് ആണ് സ്റ്റഫൈലോകോക്കൽ. ഇതും ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് തന്നെയാണ്. ഇതിന്റെ ഏജന്റ് ആരാണ്? ഇത് എൻഡറോടോക്സിൻസ് ഓഫ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്.
ഇവിടെ നമ്മുടെ ഓർഗാനിസം നേരിട്ടല്ല, ഓർഗാനിസത്തിന്റെ ടോക്സിനാണ്, ഒരു എൻഡറോ ടോക്സിനാണ് ഇവിടുത്തെ ഏജന്റ് എന്ന് പറയുന്നത്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ എൻഡറോ ടോക്സിനാണ് നമ്മുടെ ഇവിടുത്തെ ഏജന്റ്. സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്ങിന്റെ ഏജന്റ് ആരാണ്? സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന ബാക്ടീരിയയുടെ ടോക്സിൻ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന എൻഡറോ ടോക്സിനാണ് ഏജന്റ്. ക്ലിയർ അല്ലേ? ഏജന്റ് ക്ലിയർ ആയില്ലേ? എൻഡറോ ടോക്സിൻ ഓഫ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഇനി സോഴ്സ് എന്താണ്? സോഴ്സ് നോക്കാം. സ്റ്റഫൈലോകോക്കൈ ആർ ഫൗണ്ട് ഓൺ ദി സ്കിന്ന്, നോസ് ആൻഡ് ത്രോട്ട് ഓഫ് മെൻ ആൻഡ് ആനിമൽസ്. ആനിമൽസിന്റെയും മെന്നിന്റെയും ഒക്കെ സ്കിന്നിലും നോസിലും ത്രോട്ടിലും ഒക്കെ ഉള്ള ഒരു ഓർഗാനിസമാണ് ഏത്? സ്റ്റഫൈലോകോക്കൈ എന്ന് പറയുന്നത്. Cows suffering from mastitis have been responsible for outbreaks of food poisoning involving milk and milk products. The foods involved are salads, custards, milk and milk products which get contaminated by Staphylococci. അപ്പോ മാനിന് എങ്ങനെയാണ് അസുഖം വരുന്നത്? അകിട് വീക്കം, മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിട് വീക്കമുള്ള പശുവിന്റെ മിൽക്കോ മിൽക്ക് പ്രോഡക്റ്റോ ഉപയോഗിക്കുന്നത് വഴിയാണ് ഈ അസുഖം ഒരു ഔട്ട്ബ്രേക്ക് എന്ന രീതിയിലേക്ക് എത്തുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ ഫുഡ് വഴി ഇത് വരാമെന്നാണ് പിന്നീട് പറയുന്നത്. സാലഡ്സ്, കസ്റ്റാർഡ്സ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഇതൊക്കെ വഴി നമുക്ക് എന്ത് സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിന്റെ എൻഡറോടോക്സിൻ ഹ്യൂമനിലേക്ക് എത്താം, ഔട്ട്ബ്രേക്ക് ക്രിയേറ്റ് ആകാം. അപ്പൊ ഒന്നും കൂടി പറയാം, ഏജന്റ് ആരാണ്? എൻഡോടോക്സിൻ, എൻഡറോടോക്സിൻ ആണ്, തെറ്റിപ്പോകരുത്. എൻഡറോടോക്സിനോ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ് ഇതിന്റെ ഏജന്റ്. സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്കിന്നിലും നോസിലും ത്രോട്ടിലും ഒക്കെ കാണപ്പെടുന്ന സ്റ്റഫൈലോകോക്കസ് ആണ്. അത് എങ്ങനെ കിട്ടുന്നു? മാസ്റ്റൈറ്റിസ് നടന്നിട്ടുള്ള കൗലിന്റെ മിൽക്കോ മിൽക്ക് പ്രോഡക്റ്റോ ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ് ഇത് ഉള്ളിലേക്ക് എത്തുന്നത്. അത് ഒരു ഔട്ട്ബ്രേക്ക് തന്നെ ക്രിയേറ്റ് ആവുന്നു. നമ്മൾ കഴിക്കുന്ന ഏതൊക്കെ ഫുഡിൽ നിന്ന് ഇത് വരാം? സാലഡ്സ്, കസ്റ്റാർഡ്സ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഇത് വഴിയൊക്കെ സ്റ്റഫൈലോകോക്കൈ ഉള്ളിലേക്ക് എത്താം. ഓക്കെ, അടുത്തത് നമ്മുടെ സ്റ്റഫൈലോകോക്കസ് ഫുഡ് പോയ്സണിങ്ങിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. അത് 1 മുതൽ 8 മണിക്കൂറാണ്. 1 to 8 hours. The incubation period is short because of pre-formed toxin. നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ഇൻക്യുബേഷൻ പീരീഡ് ഉള്ള ഒരു ഫുഡ് പോയ്സണിങ് ആണ് ഏത്? സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇതിന് ഒരു പ്രീ ഫോംഡ് ആയിട്ടുള്ള ടോക്സിൻ ഉണ്ട്. ടോക്സിൻ ഓൾറെഡി ഫോം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഉള്ളിലോട്ട് എത്തിയ ഉടനെ പ്രശ്നം അങ്ങോട്ട് തുടങ്ങും. അതാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഷോർട്ട് ആകാൻ കാരണം. 1 മുതൽ 8 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സാൽമണല്ല ഫുഡ് പോയ്സണിങ്ങിന് എത്ര മണിക്കൂറായിരുന്നു? 12 മുതൽ 24 മണിക്കൂർ വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. പക്ഷെ അതേസമയം സ്റ്റഫൈലോകോക്കലിന് 1 മുതൽ 8 മണിക്കൂറേ ഉള്ളൂ. കാരണം എങ്ങനെയാണ്? പ്രീ ഫോംഡ് ആയിട്ടുള്ള ടോക്സിൻ ഉള്ളത് കൊണ്ടാണ്. അടുത്തത് മെക്കാനിസം ഓഫ് ഫുഡ് പോയ്സണിങ്. അപ്പോൾ സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്ങിന്റെ മെക്കാനിസം എങ്ങനെയാണെന്നാണ്. Food poisoning result from ingestion of toxins preformed. Since the toxin is heat resistant, it can remain in food after the organism have died. The toxins act directly on the intestine and CNS. The illness becomes manifest by the sudden onset of vomiting, abdominal cramps, and diarrhea. In severe cases, blood and mucus may appear. Unlike Salmonella food poisoning, Staphylococcal food poisoning rarely cause fever. Death is uncommon. ഒന്നുമില്ല, ഫുഡ് പോയ്സണിങ്ങിന്റെ ഒരു മെക്കാനിസം ആണ്. അപ്പോൾ ഓൾറെഡി ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ഉള്ളിലോട്ട് ചെന്നാൽ ഉടനെ തന്നെ പ്രശ്നം തുടങ്ങും. അതേപോലെ തന്നെ ഈ ഉണ്ടായിരിക്കുന്ന ടോക്സിൻ എങ്ങനെയാണ്? ഇതൊരു ഹീറ്റ് റെസിസ്റ്റന്റ് ആയ ടോക്സിൻ ആണ്, ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ സ്റ്റഫൈലോകോക്കസിൽ ഉണ്ടായിരിക്കുന്ന എൻഡറോടോക്സിൻ ഏത് ടൈപ്പാണ്? ഹീറ്റ് റെസിസ്റ്റന്റ് ആയ ടോക്സിൻ ആണ്. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ടോക്സിൻ ആണ്. പ്രീഫോംഡ് ടോക്സിൻ ഉണ്ട്, അത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. ഇത് ഇൻഡസ്റ്റൈനെയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യും. ഇനി പറയുന്നത് അവയുടെ ലക്ഷണങ്ങളാണ്, സിംറ്റംസ് ആണ് ഇനി പറഞ്ഞിരിക്കുന്നത്. വൊമിറ്റിങ്, അബ്ഡോമിനൽ ക്രാംസ്, ഡയേറിയ, പിന്നെ സിവിയർ കേസസിൽ ബ്ലഡ് കാണും. ബ്ലഡ് ആൻഡ് മ്യൂക്കസ് മേ അപ്പിയർ. സിവിയർ കേസ് ആകുമ്പോഴത്തേക്കും ബ്ലഡും മ്യൂക്കസും ഒക്കെ കാണും. പക്ഷേ സാൽമണല്ല ഫുഡ് പോയ്സണിങ്ങിൽ ഉള്ളതുപോലെ പനി, ഭയങ്കരമായ ഫീവർ ഇതിൽ കാണുന്നില്ല. ഡെത്തും അൺകോമൺ ആണ്. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ?
സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് ഒന്നും കൂടെ പറഞ്ഞു തരാം. ഏജന്റ് ആരായിരുന്നു? എന്ററോടോക്സിനോ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. സോഴ്സ് എവിടെ നിന്നായിരുന്നു? മാസ്റ്റൈറ്റിസ് നടന്നിട്ടുള്ള മിൽക്കോ മിൽക്ക് പ്രോഡക്റ്റോ അങ്ങനെ അതുവഴിയൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന സാലഡ്സ് കസ്റ്റാർഡ്സ് വഴിയൊക്കെയാണ് ഈ അസുഖം ഒരു ഔട്ട്ബ്രേക്ക് എന്ന രീതിയിലോട്ട് വരുന്നത്. ഏറ്റവും ഷോർട്ടായ ഇൻക്യുബേഷൻ പീരീഡ് ഉള്ള ഫുഡ് പോയ്സണിംഗ് ആണ് ഏത്? സ്റ്റഫൈലോകോക്കസ് ഫുഡ് പോയ്സണിംഗ്. 1 മുതൽ 8 മണിക്കൂറേ ഉള്ളൂ. മെക്കാനിസം എങ്ങനെയാണ്? പ്രീ ഫോംഡ് ആയിട്ടുള്ള ഒരു ടോക്സിൻ ഉണ്ട്. ഇത് എവിടെ അഫക്ട് ചെയ്യും? ഇൻഡസ്റ്റൈനിലും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും അഫക്ട് ചെയ്യും. അതേപോലെ ടോക്സിൻ ഏത് ടൈപ്പാണ്? ഒരു ഹീറ്റ് റെസിസ്റ്റന്റ് ടോക്സിൻ ആണ്. ഇനി അഫക്റ്റ് ആയാൽ എന്തൊക്കെ സിംറ്റംസ് കാണാം? വൊമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാമ്പ്, ഡയേറിയ, ബ്ലഡ് ആൻഡ് മ്യൂക്കസ് കാണാം. ഏതില്? സിവിയർ ആയ ബ്ലഡും മ്യൂക്കസും ഒക്കെ സ്റ്റൂളിൽ കൂടി കാണാം. പിന്നെ സാൽമൊണെല്ല ഫുഡ് പോയ്സണിങ്ങിൽ ഉള്ളതുപോലെ പനി വലിയ രീതിയിൽ കാണാറില്ല. ഡെത്തും അൺകോമൺ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈസി അല്ലേ ഇത്? ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ബോട്ടുലിസം. ഇതും മറ്റൊരു ടൈപ്പ് ഓഫ് ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് തന്നെയാണ്. ബോട്ടുലിസം എന്താ എഴുതിയിട്ടുണ്ട്? മോസ്റ്റ് സീരിയസ് ബട്ട് റെയർ. വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ, പക്ഷേ അതേസമയം മോസ്റ്റ് സീരിയസ് ആണ്. വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫുഡ് പോയ്സണിങ് ആണ് എന്ത്? ബോട്ടുലിസം. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഏജന്റ് ആരാണെന്ന് നോക്കാം. എക്സോടോക്സിൻ ഓഫ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. എക്സോടോക്സിൻ ആണ്. നമ്മുടെ സ്റ്റെഫൈലോകോക്കസിൽ പഠിച്ചത് എന്ററോടോക്സിൻ ആയിരുന്നു. ഇവിടെ പഠിക്കുന്നു എക്സോടോക്സിൻ. എക്സോടോക്സിൻ ഓഫ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. നമ്മുടെ ഏജന്റ് നന്നായിട്ട് പഠിക്കണം. ഇതെല്ലാം 1 മാർക്കിന് ചോദിക്കാൻ പറ്റിയതാണ്. ഓരോ ഫുഡ് പോയ്സണിങ് തന്നിട്ട് ഏജന്റ് ആരാണ് അല്ലെങ്കിൽ സോഴ്സ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ഇത് ക്ലിയർ ആയി പഠിക്കുക. അപ്പൊ ഏജന്റ് എന്ന് പറയുന്നത് എക്സോടോക്സിൻ ഓഫ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ആണ്. ഇപ്പൊ ബോട്ടുലിസം എന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ഏജന്റ് ആരാണ്? എക്സോടോക്സിൻ ഓഫ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ആണ്. ഓക്കെ, ഇനി സോഴ്സ് നോക്കാം. The organism is widely distributed in soil, dust and intestinal tract of animals and enters food as spores. അപ്പോൾ ഈ ഓർഗാനിസം വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ? സോയിലുണ്ട്, ഡസ്റ്റിലുണ്ട്, ഇൻഡസ്റ്റിനൽ ട്രാക്ട് ഓഫ് ആനിമൽസിലെല്ലാം ഈ ഓർഗാനിസം കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഹ്യൂമൻസിൽ ഇത് എത്തുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഫുഡിൽ കൂടെ സ്പോർട്സ് എന്ന രൂപത്തിലാണ് ഇത് ഉള്ളിലേക്ക് എത്തുന്നത്. The foods most frequently responsible for botulism are home preserved foods such as home canned vegetables, smoked or pickled fish, homemade cheese and similar low acid food. ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ ഈ അച്ചാർ ടൈപ്പ് ഒക്കെ സാധനങ്ങൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നില്ലേ? അങ്ങനത്തെ ടൈപ്പ് ഫുഡിൽ നിന്നാണ് മെയിൻ ആയിട്ട് ബോട്ടിലിസം എന്നുള്ള ആ ഒരു ഡിസീസ് വരുന്നത്. ദ ഫുഡ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി റെസ്പോൺസിബിൾ ഫോർ ബോട്ടിലിസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹോം പ്രിസർവ്ഡ് ഫുഡ് ആണ്. സച്ച് ആസ് ഹോം ക്യാൻഡ് വെജിറ്റബിൾസ്, സ്മോക്ഡ് ഓർ പിക്കിൾഡ് ഫിഷ്, ഹോം മെയ്ഡ് ചീസ് ആൻഡ് സിമിലർ ലോ ആസിഡ് ഫുഡ്. മനസ്സിലായില്ലേ? അപ്പൊ സോഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഏജന്റ് ആരായിരുന്നു? ഒരു എക്സോടോക്സിൻ ആണ്. എക്സോടോക്സിൻ ഓഫ് ആര്? എക്സോടോക്സിൻ ഓഫ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. പേരിൽ തന്നെയുണ്ട് ബോട്ടുലിസം, ബോട്ടുലിനം, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. സോഴ്സ് പറഞ്ഞു. അടുത്തത് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. അപ്പോ ബോട്ടുലിസത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 18 മുതൽ 36 മണിക്കൂറാണ്. 18 മുതൽ 36 മണിക്കൂറാണ്. മെക്കാനിസം ഓഫ് ഫുഡ് പോയ്സണിങ്ങില് ദ ടോക്സിൻ ഈസ് പ്രീ ഫോംഡ്. നേരത്തെ പറഞ്ഞ സ്റ്റെഫൈലോകോക്കൽ ഫുഡ് പോയ്സണിംഗ് പോലെ തന്നെ ഇവിടെയും ടോക്സിൻ എങ്ങനെയാണ്? ഒരു പ്രീ ഫോംഡ് ആയിട്ടുള്ള ടോക്സിൻ ആണ്. ഇത് എന്ത് ചെയ്യുന്നു? ആക്ട് ഓൺ ദി പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. നേരത്തെ CNS ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നെർവസ് സിസ്റ്റത്തില് ഈ ടോക്സിൻ ആക്ട് ചെയ്യുന്നുണ്ട്. ടോക്സിൻ ഈസ് പ്രീ ഫോംഡ്, ആക്ട് ഓൺ ദി പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. The prominent symptoms are dysphagia, diplopia, ptosis, dysarthria, blurring of vision, muscle weakness. അപ്പോൾ ഈ ഒരു ഫുഡ് പോയ്സണിങ് കാരണം ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ഈ പറഞ്ഞത്. ഡിസ്ഫാജിയ, ഡിപ്ലോപ്പിയ, രണ്ടായി കാണുന്ന അവസ്ഥ, പ്റ്റോസിസ്, കണ്ണിന്റെ ലിഡ് ഉയർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ പ്റ്റോസിസ് എന്ന് പറയുന്നത്. പിന്നീട് ബ്ലറിംഗ് ഓഫ് വിഷൻ, മസിൽ വീക്ക്നെസ്, പിന്നീട് ഉണ്ടാകാൻ പറ്റുന്നതാണ് റെസ്പിറേറ്ററി അല്ലെങ്കിൽ കാർഡിയാക് ഫെയിലിയർ ഒക്കെ ഉണ്ടാകാം. ഇത് ഡെത്ത്, മരണം ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു അസുഖമാണ് എന്ത്? അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഫുഡ് പോയ്സണിംഗ് ആണ് ഏത്? ബോട്ടുലിസം. അതും ഡെത്ത് എങ്ങനെയാണ്? 4 to 8 days ആഫ്റ്റർ ആണ്.
ഫീവർ എന്ന് പറയുന്നത് ജനറലി ആബ്സെന്റ് ആണ്. ദ ടോക്സിൻ ഈസ് തെർമോലയബിളും ആണ്. ഫീവർ ആബ്സെന്റ് ആണ്, ടോക്സിൻ എന്താണ്, തെർമോലയബിൾ ആണ്. ബോട്ടിലിസം ഒക്കറിങ് ഇൻ ഇൻഫന്റിനെയാണ് എന്ത് പറയുന്നത്, ഇൻഫന്റ് ബോട്ടിലിസം. ബോട്ടിലിസം ഒക്കറിങ് ഇൻ ഇൻഫന്റ് ഈസ് കാൾഡ് ഇൻഫന്റ് ബോട്ടിലിസം. അത് വൺ വേർഡിന് ചോദിക്കാൻ പറ്റുന്നതാണ്, 1 മാർക്കിന് ചോദിക്കാം. വാട്ട് ഈസ് ഇൻഫന്റ് ബോട്ടിലിസം എന്ന് ചോദിച്ചാൽ എന്താണ്, ബോട്ടിലിസം ഒക്കറിങ് ഇൻ ഇൻഫന്റ്, ഇൻഫന്റ്സിൽ കാണുന്ന, പേരിൽ തന്നെ ഉണ്ട്, ഇൻഫന്റ്സിൽ കാണുന്ന ബോട്ടിലിസത്തിനെയാണ് എന്ത് പറയുന്നത്, ഇൻഫന്റ് ബോട്ടിലിസം. ഇനി ഇതിന് കൊടുക്കുന്ന ഒരു ആന്റി ടോക്സിൻ, ഇതിനെതിരെ കൊടുക്കുന്ന ആന്റി ടോക്സിൻ ആണ് എന്ത്, ഗ്വാനിഡിൻ ഹൈഡ്രോക്ലോറൈഡ്. ഗ്വാനിഡിൻ ഹൈഡ്രോക്ലോറൈഡ്. ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയാം. ബോട്ടുലിസം എന്ന് പറഞ്ഞാൽ മറ്റൊരു ടൈപ്പ് ബാക്ടീരിയൽ ഫുഡ് പോയ്സണിംഗ് ആണ്. ഇതിന്റെ ഏജന്റ് ആരായിരുന്നു, ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം എന്ന് പറയുന്നതിന്റെ ഒരു എക്സോടോക്സിൻ ആണ്. എക്സോടോക്സിൻ ഓഫ് ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം ആണ്. സോഴ്സ് എവിടെ നിന്നായിരുന്നു, സോയിലും ഡസ്റ്റിനും ഇൻഡസ്റ്റിനൽ ട്രാക്റ്റിലും ഒക്കെ കാണപ്പെടുന്ന ഒരാളായിരുന്നു ഇത്. ഇത് ഫുഡിൽ എങ്ങനെ, സ്പോർ എന്ന രൂപത്തിൽ നമ്മളെ ഉള്ളിലോട്ട് കടക്കുന്നു. ഹോം പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ക്യാൻഡ് ഫുഡ്, സ്മോക്ഡ് അല്ലെങ്കിൽ പിക്കിൾഡ് ആയിട്ടുള്ള ഫിഷ്, ഇതിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എത്രയായിരുന്നു, 18 മുതൽ 36 മണിക്കൂറാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇവിടെ മെക്കാനിസം എങ്ങനെയാണ്, ഒരു പ്രീ ഫോംഡ് ആയിട്ടുള്ള ഒരു എക്സോടോക്സിൻ ഉണ്ട്. അത് എവിടെ, നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലല്ല, നെർവസ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു. നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നു. സിംറ്റംസ് എന്തൊക്കെയാണ്, ഡിസ്ഫാജിയ, ഡിപ്ലോപ്പിയ, ടോസിസ്, ബ്ലെയറിംഗ് ഓഫ് വിഷൻ, മസിൽ വീക്ക്നെസ്, റെസ്പിറേറ്ററി, കാർഡിയാക് ഫെയിലിയർ, ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. പിന്നെ ഉണ്ടായ സ്പോർ എങ്ങനെയാണ്, ഇതൊരു തെർമോലയബിൾ ആയ സ്പോർ ആണ്. പനി അങ്ങനെ കാണാറില്ല. ഇനി ഇതിനെതിരെ കൊടുക്കുന്ന ഒരു ആന്റി ടോക്സിൻ ആണ് എന്ത്, ഗ്വാനിഡിൻ ഹൈഡ്രോക്ലോറൈഡ്. ഇനി എന്താണ് ഇൻഫന്റ് ബോട്ടുലിസം എന്ന് ചോദിച്ചാൽ, ഇൻഫൻസിൽ കാണപ്പെടുന്ന ബോട്ടുലിസം. ബോട്ടുലിസം ഒക്കറിങ് ഇൻ ഇൻഫൻസ് ഈസ് കാൾഡ് എന്ത്, ഇൻഫന്റ് ബോട്ടുലിസം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 3 ടൈപ്പ് ബാക്ടീരിയൽ ഫുഡ് പോയ്സണിംഗ് ആണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു, സാൽമൊണല്ല ഫുഡ് പോയ്സണിംഗ് പറഞ്ഞു, സ്റ്റെഫൈലോകോക്കൽ ഫുഡ് പോയ്സണിംഗ് പറഞ്ഞു, ബോട്ടുലിസം പറഞ്ഞു. ഇതിൽ ഏറ്റവും കുറഞ്ഞ ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളത് ആർക്കായിരുന്നു, സ്റ്റെഫൈലോകോക്കസിനായിരുന്നു. ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫുഡ് പോയ്സണിംഗ് ഏതായിരുന്നു, സാൽമൊണല്ല ഫുഡ് പോയ്സണിംഗ്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ് ഫുഡ് പോയ്സണിംഗ്. ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ് ഫുഡ് പോയ്സണിംഗ്. ഇതില് ഏജന്റ് ആരാണ്, ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ്, പേരിൽ തന്നെ ഉണ്ട് ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ്. ഇതിന്റെ സോഴ്സ് എന്താണെന്ന് നോക്കാം. ദ ഓർഗാനിസം ഹാസ് ബീൻ ഫൗണ്ട് ഇൻ ഫീക്കസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ആൻഡ് ഇൻ സോയിൽ, വാട്ടർ ആൻഡ് എയർ. ഓർഗാനിസം എവിടെയെല്ലാം ഉണ്ട്, ഫീക്കസിലുണ്ട്, ഫീക്കസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസിലുണ്ട്, സോയിലിലുണ്ട്, വാട്ടറിലും എയറിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. ദ മെജോറിറ്റി ഓഫ് ഔട്ട്ബ്രേക്സ് ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ദ ഇൻജക്ഷൻ ഓഫ് മീറ്റ് ഡിഷസ് ആൻഡ് പൗൾട്രി. അപ്പൊ കൂടുതലായിട്ടും ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, മീറ്റും അതുമായി ബന്ധപ്പെട്ട ഡിഷസും കഴിക്കുന്നത് വഴിയാണ് ഇത് ഔട്ട്ബ്രേക്ക് ആയിട്ട് ഉണ്ടാകുന്നത്. ദ യൂഷ്വൽ സ്റ്റോറി ഈസ് ദാറ്റ് ഫുഡ് ഹാസ് ബീൻ പ്രിപ്പേർഡ് ആൻഡ് കുക്ക്ഡ് 24 hours ഓർ മോർ ബിഫോർ കൺസ്യൂഷൻ. അതായത് നമ്മൾ പഴകിയ ഭക്ഷണം, മെയിൻ ആയിട്ട് അങ്ങനെ പറയാം, പഴകിയ ഭക്ഷണം കഴിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഒരു ഫുഡ് പോയ്സണിംഗ് ആണ് ഏത്, ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ് ഫുഡ് പോയ്സണിംഗ്. കണ്ടില്ലേ, 24 hours കൂടുതൽ സമയമെടുത്ത ഫുഡ് നമ്മൾ കഴിക്കുന്നത് വഴി. The usual story is that the food has been prepared and cooked 24 hours or more before consumption. ഓക്കെ, അപ്പോൾ ഇനി ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 6 to 24 hours, 6 മുതൽ 24 മണിക്കൂറാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്, വിത്ത് എ പീക്ക് ഫ്രം 10 to 14 hours. ഓക്കെ, പീക്ക് എന്ന് പറയുന്നത് 10 to 14 hours ആണ്. എങ്കിലും ഇൻക്യുബേഷൻ പീരീഡ് യൂഷ്വലി വരുന്നത് 6 to 24 hours. അടുത്തത് മെക്കാനിസം ഓഫ് ഫുഡ് പോയ്സണിങ്. ദ സ്പോർട്സ് ആർ ഏബിൾ ടു സർവൈവ് കുക്കിംഗ്. ഇവിടെയും സ്പോർട്സ് എങ്ങനെയാണ്, കുക്കിംഗ് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ്. ആൻഡ് ഇഫ് ദ കുക്ക്ഡ് മീറ്റ് ആൻഡ് പൗൾട്രി ആർ നോട്ട് കൂൾഡ് എനഫ് ദേ വിൽ ജെർമിനേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് എ വെറൈറ്റി ഓഫ് ടോക്സിൻസ്. മനസ്സിലായില്ലേ, അവർ തറവായിട്ട് കുക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, സ്പോർട്സ് അവിടെ ഇരുന്ന് ജെർമിനേറ്റ് ചെയ്ത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ടോക്സിൻസ് ആണ് ആൽഫ ടോക്സിൻ, തീറ്റ ടോക്സിൻ എന്നൊക്കെ പറയുന്നത്. ഇനി പ്രിവെൻഷൻ കൺസിസ്റ്റ് ഓഫ് എയ്തർ ബൈ കുക്കിംഗ് ഫുഡ് ജസ്റ്റ് പ്രയർ ടു കൺസ്യൂഷൻ ഓർ
ഇഫ് ഇറ്റ് ഹാസ് ടു ബി സ്റ്റോർഡ് ബൈ റാപ്പിഡ് ആൻഡ് അഡ്വക്കേറ്റ് കൂളിംഗ്. ഒന്നുമില്ല, നമ്മൾ ഫുഡ് തറവായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. തറവായിട്ട് കുക്ക് ചെയ്യുന്നത് വഴി, നല്ലതുപോലെ കഴിക്കുന്നത് വഴി ഒക്കെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫുഡ് പോയ്സണിങ്ങിനെ പ്രിവെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിനിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The most common symptoms are diarrhea, abdominal cramp, little or no fever, occurring 8 to 24 hours after consumption of the food. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് 8 മുതൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു? ബാക്കിയുള്ളതിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഡയേറിയ, അബ്ഡോമിനൽ ക്രാമ്പ്, അല്ലെങ്കിൽ പനി, ചെറിയ രീതിയിലോ അല്ലെങ്കിൽ പനി ഇല്ലാതെയോ വരുന്ന ഒരു അവസ്ഥ. Nausea and vomiting are rare. Illness is usually of short duration, usually 1 day or less. Recovery is rapid and no death have been reported. വലിയ ബോട്ടുലിസം പോലെ വലിയ പ്രശ്നക്കാരനായ അസുഖമൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റിക്കവറി പോസിബിൾ ആണ്. ഇപ്പോൾ ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ് ഫുഡ് പോയ്സണിങ്ങിനെ കുറിച്ച് മനസ്സിലായില്ലേ? ഒന്നും കൂടി നോക്കാം. അപ്പോൾ ആരായിരുന്നു ഇതിന്റെ ഏജന്റ്? ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ് ഇതിന്റെ ഏജന്റ്. സോൾസ് എന്ന് പറയുന്ന എന്തായിരുന്നു? ഫീക്കസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ആയിരുന്നു. പിന്നെ മീറ്റ്, തറവായിട്ട് കുക്കാവാത്ത മീറ്റിന്റെ ഡിഷസും ഒക്കെ കഴിക്കുന്നത് വഴിയാണ് ഇത് ഉണ്ടാവുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എത്രയായിരുന്നു? 6 മുതൽ 24 മണിക്കൂറാണ് പറയുന്നത്. പിന്നെ സ്പോർ എങ്ങനെയാണ്? പ്രീ ഫോംഡ് ആയിട്ടുള്ള ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്പോറാണ്. സിംറ്റംസ് എന്തൊക്കെയാണ്? ഡയേറിയ, അബ്ഡോമിനൽ ക്രാമ്പ്, നോസിയ, വൊമിറ്റിങ്, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി ഉണ്ടാകുന്ന ടോക്സിൻസിന് എക്സാമ്പിൾ ആണ് ആൽഫ, തീറ്റ പോലുള്ള ടോക്സിൻസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ബാസിലസ് സീരിയസ് ഫുഡ് പോയ്സണിങ്. ഇതും ഒരു ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് ആണ്. നമ്മൾ പഠിച്ചതെല്ലാം ഏത് ടൈപ്പ് ഫുഡ് പോയ്സണിങ് ആണ്? ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് ആണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബാസിലസ് സീരിയസ്. ബാസിലസ് സീരിയസ് ഈസ് ആൻ എയറോബിക് സ്പോർ ബെയറിംഗ് മോട്ടൈൽ ഗ്രാം പോസിറ്റീവ് റോഡ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സോയിൽ ആൻഡ് ഇൻ raw, dried and processed food. The spores can survive cooking and germinate and multiply rapidly when the food is held at favorable temperature. നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാരെ പോലെ തന്നെ ബാസിലസ് സീരിയസ് എന്ന് പറയുന്ന ഒരു സ്പോർ ബെയറിംഗ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. ഇതും എങ്ങനെയാണ്? ഇവർക്കും എന്ത് പറ്റും? സർവൈവ് ചെയ്യാം, കുക്കിങ്ങിന് സർവൈവ് ചെയ്യാൻ കഴിയും. അവരുടെ ഫേവറബിൾ ആയ ടെമ്പറേച്ചറിലാണെങ്കിൽ അവർ ജെർമിനേറ്റ് ചെയ്യുകയും റാപ്പിഡ്ലി തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ബാസിലസ് ആണ് ബാസിലസ് സീരിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ബാസിലസ് സീരിയസ് പ്രൊഡ്യൂസസ് അറ്റ്ലീസ്റ്റ് 2 ഡിസ്റ്റിങ്ക്ട് എൻഡറോടോക്സിൻ. ഇവിടെയും ഇവർ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 ടൈപ്പ് എൻഡറോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ ടോക്സിൻസിന്റെ പേര് മാത്രം ഒന്ന് കേട്ടാൽ മതി. ഒന്ന് എമറ്റിക് ഫോമിലുള്ള ഒരു ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളതും, 2 ഡയേറിയൽ ഫോമിലുള്ള ലോങ്ങർ ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളതുമായ ടോക്സിൻസ്. ദ ടോക്സിൻസ് ആർ പ്രീ ഫോംഡ് ആൻഡ് സ്റ്റേബിൾ. ഇവരും എങ്ങനെയാണ്? പ്രീ ഫോംഡ് ആയ ടോക്സിൻസ് ആണ്. ഇപ്പോൾ ബാസിലസ് സീരിയസ് 2 ടൈപ്പിലുള്ള എൻഡറോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് എമറ്റിക് ഫോമിലുള്ള ഒരു ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡും, 2 ഡയേറിയൽ ഫോമിലുള്ള ഒരു ലോങ് ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളതുമായ ടോക്സിൻസ് ഓൾറെഡി പ്രീ ഫോംഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞ ഫുഡ് പോയ്സണിങ്. അതിൽ നമ്മൾ 5 ടൈപ്പ് കാര്യങ്ങൾ പറഞ്ഞു. 5 ടൈപ്പിലുള്ള ഫുഡ് പോയ്സണിങ്സ് ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഏതാണ്? സാൽമോണെല്ല ഫുഡ് പോയ്സണിങ് ആയിരുന്നു. പിന്നീട് സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് പഠിച്ചു. പിന്നീട് ബോട്ടുലിസം പറഞ്ഞു. പിന്നീട് ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ് പറഞ്ഞു. പിന്നെ ബാസിലസ് സീരിയസ് ഫുഡ് പോയ്സണിങ് പഠിച്ചു. ഈ 5 ടൈപ്പ് ഫുഡ് പോയ്സണിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. ഇവയുടെ ഉണ്ടാക്കുന്ന ഏജന്റ് ആരാണ്? സോഴ്സ് എങ്ങനെയാണ്? ഇൻക്യുബേഷനിലുള്ള വ്യത്യാസം, ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫുഡ് പോയ്സണിങ്ങിനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് സെക്യൂർ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ആൻഡ് ദെയർ ഹിസ്റ്ററി. അപ്പോൾ ഒരു ഫുഡ് പോയ്സണിങ് നടന്നു കഴിഞ്ഞാൽ അത്
ആർക്കാണ് അഫക്ട് ചെയ്തത്, ഏതൊക്കെ പീപ്പിൾ ആണ്, ആരൊക്കെയാണ് ഒരേപോലെയുള്ള ഫുഡ് ഷെയർ ചെയ്തത്, അവരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു, അവർക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നേടിയെടുക്കുന്നു. 2 ദിവസത്തിന് മുന്നേ നിങ്ങൾ എന്താണ് കഴിച്ചത്, അല്ലെങ്കിൽ കോമൺ ഫുഡ് കഴിച്ചത് ആരൊക്കെയാണ്, സമയം എപ്പോഴാണ്, എവിടെ നിന്നാണ് കഴിച്ചത്, പ്ലേസ് എവിടെയാണ്, അങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ ആരടുത്ത് ചോദിക്കുന്നു? ഫുഡ് പോയ്സണിങ് നടന്ന വ്യക്തിയോട് ചോദിക്കുന്നു. അവരുടെ ഏജ്, സെക്സ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതേസമയം ക്വസ്റ്റ്യൻസ് ആരോടും ചോദിക്കുന്നുണ്ട്? കിച്ചൺ എംപ്ലോയീസിനോടും, അവരല്ലേ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാര്, അവരടുത്തും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതാണ് സെക്യൂർ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ആൻഡ് ദെയർ ഹിസ്റ്ററി. പീപ്പിളിനെയും നമ്മൾ എടുക്കുന്നു, അവരുടെ ഹിസ്റ്ററിയും എടുക്കുന്നു. ഇതാണ് ഇൻവെസ്റ്റിഗേഷനിലെ ആദ്യത്തെ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ലാബിലുള്ള ഇൻവെസ്റ്റിഗേഷൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്ത്? ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ. ദ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഓൺലി ടു ഇൻക്രിമിനേറ്റ് ദ കോസേറ്റീവ് ഏജന്റ് ഫ്രം സ്റ്റൂൾ, വോമിറ്റ് ഓർ റെമനൻസ് ഓഫ് ഫുഡ് ബൈ inoculating into appropriate media, but also to determine the total number of bacteria and the relative number of each kind involved. അപ്പൊ നമ്മൾ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷനിൽ സ്റ്റൂളിൽ നിന്നോ അല്ലെങ്കിൽ വൊമിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫുഡിൽ നിന്നോ നമ്മൾ ജസ്റ്റ് ആ ഒരു ബാസിലെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ മാത്രമല്ല കണ്ടെത്തുന്നത്, അതിന്റെ നമ്പർ എത്രയുണ്ട്, ഈച്ച് കൈൻഡ് ഓഫ് ബാക്ടീരിയ എത്രയുണ്ട്, നമുക്ക് അതിന്റെ അളവ് തന്നെ കണ്ടെത്താൻ പറ്റും. സ്റ്റൂൾ സാമ്പിൾസ് ഓഫ് ദ കിച്ചൺ എംപ്ലോയീസ് ഷുഡ് ബി എക്സാമിൻഡ്. ഇതേപോലെ തന്നെ ആരുടെയും നോക്കണം? കിച്ചൺ എംപ്ലോയീസിന്റെ സ്റ്റൂൾ സാമ്പിൾസും നമ്മൾ പരിശോധിക്കണം. അപ്പൊ നമ്മുടെ ഫുഡ് പോയ്സണിങ് വന്ന ആളെ മാത്രമല്ല, അത് കൈകാര്യം ചെയ്യുന്ന ഫുഡ് എംപ്ലോയി അത് ആരായിരുന്നു, ആ കിച്ചൺ എംപ്ലോയി ആരായിരുന്നു, അവരുടെയും സ്റ്റൂൾസ് നമ്മൾ സാമ്പിള് പരിശോധിക്കണം. ഓക്കെ, 2 മൂന്നാമത്തേത് നമുക്ക് അനിമൽ എക്സ്പെരിമെന്റേഷൻ നടത്താം. 4 ബ്ലഡ് ഫോർ ആന്റിബോഡീസ്, ബ്ലഡിന്റെ റെട്രോസ്പെക്റ്റീവ് ഡയഗ്നോസിസ് ചെയ്യാം. 5 എൻവയോൺമെന്റൽ സ്റ്റഡി നടത്താം. ഇൻസ്പെക്ഷൻ ഓഫ് ഈറ്റിംഗ് പ്ലേസസ്, കിച്ചൺ ആൻഡ് ക്വസ്റ്റ്യനിങ് ഓഫ് ഫുഡ് ഹാൻഡ്ലേഴ്സ് റിഗാർഡിംഗ് ഫുഡ് പ്രിപ്പറേഷൻ. നമ്മൾ കഴിക്കുന്ന ആ ഏരിയ ഇൻസ്പെക്ട് ചെയ്യാം, കിച്ചൺ ഏരിയ നമുക്ക് നോക്കാം, ഫുഡിനെ കുറിച്ചുള്ള ചോദ്യംസ് നമുക്ക് ഫുഡ് ഹാൻഡ്ലേഴ്സിനോട് കൊടുക്കാം. അവസാനമായിട്ട് ഡേറ്റ അനാലിസിസ്. ദ ഡേറ്റ ഷുഡ് ബി അനലൈസ്ഡ് അക്കോർഡിംഗ് ടു ദ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ. A case control study may be undertaken to establish the epidemiological association between illness and the intake of particular food. അപ്പൊ നമുക്ക് എന്തൊക്കെ നോക്കാം? ഡേറ്റ അനാലിസിസ് ചെയ്യാം. പേഴ്സൺ എവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്, സമയം എപ്പോഴായിരുന്നു, അവിടുത്തെ ചുറ്റുപാട് എങ്ങനെയായിരുന്നു, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം ഡേറ്റയും നമുക്ക് എടുക്കാം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ മെയിൻ ആയിട്ട് വരുന്ന 6 ടൂൾസ് ആണ് ഇത്. ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഇത് 5 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫുഡ് പോയ്സണിംഗിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റ് ആണ് സെക്യൂർ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ആൻഡ് ദെയർ ഹിസ്റ്ററി. ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പീപ്പിൾ ആരൊക്കെയാണ്, അവരുടെ ഹിസ്റ്ററി നമ്മൾ എടുക്കണം. രണ്ടാമതായി ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. സ്റ്റൂള്, വൊമിറ്റ്, റെമനൻസ് ഓഫ് ഫുഡിന്റെ പാർട്ടിക്കിൾസ്, ഇതെല്ലാം നമുക്ക് ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷന് യൂസ് ചെയ്യാം. മൂന്നാമതായിട്ട് അനിമൽ എക്സ്പെരിമെന്റേഷൻ നടത്താം. നാലാമതായിട്ട് ബ്ലഡ് ഫോർ ആന്റിബോഡീസിന് വേണ്ടി ബ്ലഡ് ചെക്ക് ചെയ്യാം. എൻവിയോൺമെന്റൽ സ്റ്റഡി നടത്താം. ഡേറ്റ അനലൈസിസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പാർട്ടാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഈ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് 5 മാർക്കിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനും പ്രിവെൻഷനും കൂടി ചേർത്ത് 15 മാർക്കിനോ ചോദിക്കാം. അപ്പോൾ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇത് വളരെ എളുപ്പമാണ്. അതിൽ ഒന്നാമത്തത് ഫുഡ് സാനിറ്റേഷൻ. ഇപ്പൊ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ പോയിന്റ് ഫുഡ് സാനിറ്റേഷൻ. അതിലൊന്നാണ് മീറ്റ് ഇൻസ്പെക്ഷൻ. The food animals must be free from infection. This can be ensured by their examination by veterinary staff both before and after slaughter. അപ്പോൾ ഫുഡ് സാനിറ്റേഷനിൽ നമ്മൾ ആദ്യം നോക്കുന്നത് മീറ്റിന്റെ ഇൻസ്പെക്ഷൻ ആണ്. നമ്മൾ കഴിക്കുന്ന മീറ്റ്, ചിക്കൻ, മട്ടൻ, ബീഫ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നില്ലേ, അപ്പോൾ ആ മീറ്റിനെ നമ്മൾ സ്ലോട്ടർ കട്ട് ചെയ്യുന്നതിന് മുന്നേയും ശേഷവും ഒരു വെറ്റിനറി സർജൻ നോക്കി ഉറപ്പുവരുത്തണം.
എങ്ങനെ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത ആനിമൽ ആണ്, ഇതിനെ നമുക്ക് സ്ലോട്ടറിങ്ങിന് വിധേയമാക്കാൻ പറ്റുന്നതാണ് എന്ന് ഒരു വെറ്റിനറി സർജൻ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഫുഡ് സാനിറ്റേഷനിൽ ഒന്ന് മീറ്റിന്റെ ഇൻസ്പെക്ഷൻ ആണ്. രണ്ടാമത്തത് പേഴ്സണൽ ഹൈജീൻ. എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പേഴ്സണൽ ഹൈജീൻ എമംഗ് ഇൻഡിവിജ്വൽസ് എൻഗേജ്ഡ് ഇൻ ദ ഹാൻഡ്ലിംഗ്, പ്രിപ്പറേഷൻ ആൻഡ് കുക്കിംഗ് ഓഫ് ഫുഡ് ഈസ് നീഡഡ്. അപ്പോൾ ഭക്ഷണം തയ്യാറാക്കുന്നവര്, പ്രിപ്പയർ ചെയ്യുന്നവര്, ഇവർക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. ഹൈ സ്റ്റാൻഡേർഡിലുള്ള പേഴ്സണൽ ഹൈജീൻ ഓരോ വ്യക്തികളിലും നമ്മൾ നടത്താൻ നോക്കുക. അപ്പോൾ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളില് ഫുഡ് സാനിറ്റേഷനിൽ നമ്മൾ പഠിച്ച ഒന്നാണ് മീറ്റിന്റെ ഇൻസ്പെക്ഷൻ, രണ്ട് പേഴ്സണൽ ഹൈജീൻ. മൂന്നാമത്തത് ഫുഡ് ഹാൻഡ്ലേഴ്സ്. ഫുഡ് ഹാൻഡ്ലേഴ്സിന് എന്തൊക്കെ നോക്കാം? ദോസ് സഫറിംഗ് ഫ്രം ഇൻഫെക്റ്റഡ് വൂണ്ട്സ്, ബോയിൽസ്, ഡയേറിയ, ഡിസെൻട്രി, ത്രോട്ട് ഇൻഫെക്ഷൻ എക്സെട്ര ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ഫുഡ് ഹാൻഡ്ലിംഗ്. ഓക്കെ, അപ്പൊ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പകരുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറ്റുക. ഏതെങ്കിലും എന്തെങ്കിലും വൂൺസോ, ബോയിൽസോ, ഡയേറിയ, ഡിസെൻട്രി, ത്രോട്ട് ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഫുഡ് ഹാൻഡിൽ ചെയ്യാൻ അനുവദിക്കരുത്, അവരെ നമ്മൾ മാറ്റുക. ഇതുവഴി നമുക്ക് പ്രിവെൻഷൻ നടത്താം, കൺട്രോൾ നടത്താം. അടുത്തത് ഫുഡ് ഹാൻഡ്ലിംഗ് ടെക്നിക്സ്. ഇപ്പൊ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഫുഡ് ഹാൻഡ്ലിംഗ് ടെക്നിക്സ് പഠിപ്പിക്കാം. ദ ഹാൻഡ്ലിംഗ് ഓഫ് റെഡി ടു ഈറ്റ് ഫുഡ് വിത്ത് ബെയർ ഹാൻഡ്സ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ടു മിനിമം. Time between preparation and consumption of food should be kept short. Food must be thoroughly cooked. അപ്പൊ ഇതൊക്കെ നമുക്ക് ഫുഡ് ഹാൻഡ്ലിംഗ് ടെക്നിക്സിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്താണ്? നമുക്ക് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഫുഡിനെ ബെയർ ഹാൻഡ്സ് കൊണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു പരിധി വരെ കുറയ്ക്കുക. പിന്നെ ഫുഡിന്റെ പ്രിപ്പറേഷൻ ടൈമും കൺസ്യൂഷൻ ടൈമും നമ്മൾ നോക്കുക. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? ഫുഡ് തറോ ആയിട്ട് കുക്കാണോ അല്ലെങ്കിൽ തറോലി കുക്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഫുഡിന്റെ ഹാൻഡ്ലിംഗ് ടെക്നിക്സിൽ വരുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് സാനിറ്ററി ഇംപ്രൂവ്മെന്റ്. സാനിറ്റേഷൻ ഓഫ് ആൾ വർക്ക് സർഫസസ്, യൂട്ടൻസിൽസ് ആൻഡ് എക്യുപ്മെന്റ്സ് മസ്റ്റ് ബി എൻഷുവേർഡ്. ഫുഡ് പ്രെമിസസ് ഷുഡ് ബി കെപ്റ്റ് ഫ്രീ ഫ്രം റാറ്റ്സ്, മൈസ്, ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. അടുത്ത നമ്മളൊരു കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്താണ്? സാനിറ്ററി ഇംപ്രൂവ്മെന്റ് ആണ്. നമ്മൾ ഓവറാൾ വർക്ക് സർഫസിന്റെ സാനിറ്റേഷൻ ശുചിയായി സൂക്ഷിക്കുക. ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്ന യൂട്ടൻസിൽസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എങ്ങനെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക. ഫുഡ് പ്രെമിസസ് ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എങ്ങനെ സൂക്ഷിക്കുക? ഫ്രീ ഫ്രം റാറ്റ്, മൈസ്, ഫ്ലൈസ്. അപ്പോൾ എലികളിൽ നിന്നും ഈച്ചകളിൽ നിന്നും ഒക്കെ സുരക്ഷിതമായിട്ട് നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ വൃത്തിയിൽ സൂക്ഷിക്കുക. ഇതൊക്കെയാണ് സാനിറ്ററി ഇംപ്രൂവ്മെന്റ്. പിന്നീട് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഫുഡ് ഹാൻഡ്ലേഴ്സ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ഇൻ മാറ്റേഴ്സ് ഓഫ് ക്ലീൻ ഹാബിറ്റ്സ് ആൻഡ് പേഴ്സണൽ ഹൈജീൻ സച്ച് ആസ് ഫ്രീക്വന്റ് ആൻഡ് തറോ ഹാൻഡ് വാഷിംഗ്. അപ്പൊ ഫുഡ് ഹാൻഡ്ലേഴ്സിനെ നമ്മൾ എന്ത് പഠിപ്പിക്കണം? അവർക്ക് നല്ല ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്തിനെ കുറിച്ച്? ക്ലീൻ ഹാബിറ്റ്സിനെ കുറിച്ചും പേഴ്സണൽ ഹൈജീനെ കുറിച്ചും നമ്മൾ അവർക്ക് വ്യക്തമായ ഹെൽത്ത്, ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുക. കൂടെ കൂടെ തറോ ആയിട്ട് വൃത്തിയിൽ കൈ കഴുകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ പഠിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിലെ ഒന്നാമത്തെ പോയിന്റ് ആയിരുന്നു ഫുഡ് സാനിറ്റേഷൻ. അപ്പൊ ഫുഡ് സാനിറ്റേഷനിൽ വരുന്നതാണ് മീറ്റിന്റെ ഇൻസ്പെക്ഷൻ, പേഴ്സണൽ ഹൈജീൻ, ഫുഡ് ഹാൻഡ്ലേഴ്സിന് കൊടുക്കുന്നത്, ഫുഡ് ഹാൻഡ്ലിംഗ് ടെക്നിക്സ്, സാനിറ്ററി ഇംപ്രൂവ്മെന്റ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ എളുപ്പമല്ലേ? അടുത്ത പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിലെ രണ്ടാമത്തെ കാര്യം റെഫ്രിജറേഷൻ. റെഫ്രിജറേഷൻ കേട്ടാൽ തന്നെ അറിയാലോ. In the prevention of bacterial food poisoning, emphasis must be placed on proper temperature control. Foods not eaten immediately should be kept in cold storage to prevent bacterial multiplication and toxin production. അപ്പോൾ എന്താണ്? നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നല്ലൊരു സ്ഥലത്ത് കോൾഡ് സ്റ്റോറേജിൽ നമ്മൾ ബാക്ടീരിയൽ കണ്ടാമിനേഷനോ മൾട്ടിപ്ലിക്കേഷനോ തടയാൻ വേണ്ടി സ്റ്റോർ ചെയ്യണം. ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായ ടെമ്പറേച്ചറിൽ ഫുഡിനെ സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് റെഫ്രിജറേഷൻ. ഓക്കെ,
കുക്ക് ആൻഡ് ഈറ്റ് അറ്റ് ദ സെയിം ഡേ ഇസ് എ ഗോൾഡൻ റൂൾ. അപ്പോൾ നമ്മുടെ പോയിസണിങ് തടയാൻ വേണ്ടിയുള്ള ഒരു ഗോൾഡൻ റൂൾ ആണ് എന്ത്? കുക്ക് ആൻഡ് ഈറ്റ് അറ്റ് ദ സെയിം ഡേ. നമ്മൾ പറഞ്ഞില്ലേ, ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ് പോലെയുള്ള ഫുഡ് പോയിസണിങ് എങ്ങനെയാണ് വരുന്നത്? പഴകിയ ഭക്ഷണം കഴിക്കുന്നത് വഴിയാണ്. കുക്ക് ആൻഡ് ഈറ്റ് അറ്റ് ദ സെയിം ഡേ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് അന്നേ ദിവസം തന്നെ കഴിക്കുന്നു, അതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം പഴകുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല. മനസ്സിലായില്ലേ? അത് തടയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് റെഫ്രിജറേഷൻ. ഇപ്പൊ ബാക്ടീരിയൽ പോയിസണിങ് തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് എന്ത്? റെഫ്രിജറേഷൻ. മൂന്നാമത്തത് സർവൈലൻസ്. സർവൈലൻസ് എന്താണ്? നിരീക്ഷണം. ഫുഡ് സാമ്പിൾസ് മസ്റ്റ് ബി ഒബ്ടൈൻഡ് ഫ്രം ദ ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് പീരിയോഡിക്കലി ആൻഡ് സബ്ജക്റ്റഡ് ടു ലബോറട്ടറി അനലൈസിസ്. ഇഫ് ദേ വെയർ അൺസാറ്റിസ്ഫാക്ടറി, കണ്ടിന്യൂയിങ് സർവൈലൻസ് ഈസ് നെസസറി ടു അവോയ്ഡ് ഔട്ട്ബ്രേക്സ് ഓഫ് ഫുഡ് ബോൺ ഡിസീസസ്. ഒന്നുമില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കുക, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഫുഡിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവൈലൻസ് നടത്തുന്നത് വഴി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ വരുന്നത്. ഇത് നമുക്ക് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, അത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. നന്നായിട്ട് പഠിക്കുക, ഓരോ പോയിന്റും നന്നായി പഠിക്കുക. ഇത് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ 5 മാർക്കിന് 15 മാർക്കിന് ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളില് ഫുഡിന്റെ സാനിറ്റേഷൻ, റെഫ്രിജറേഷൻ, സർവൈലൻസ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതിൽ ഫുഡ് സാനിറ്റേഷനിൽ വരുന്നതാണ് മീറ്റ് ഇൻസ്പെക്ഷൻ, പേഴ്സണൽ ഹൈജീൻ, ഫുഡ് ഹാൻഡ്ലിംഗ് ടെക്നിക്സ്, ഫുഡ് ഹാൻഡ്ലിംഗ്, സാനിറ്ററി ഇമ്പോർട്ടൻസ് ഓഫ് സാനിറ്റേഷൻ, പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എല്ലാം. റെഫ്രിജറേഷൻ നമ്മൾ പറഞ്ഞു. കുക്ക് ആൻഡ് ഈറ്റ് അറ്റ് ദ സെയിം ഡേ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ റൂൾ ആണ്. നമ്മൾ ഫുഡിന് ഒരു പ്രോപ്പർ ടെമ്പറേച്ചറിൽ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കുന്നതാണ്. ബാക്ടീരിയൽ ഫുഡ് പോയിസണിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി പ്രോപ്പർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് റെഫ്രിജറേഷൻ. ലാസ്റ്റ് ആയിട്ട് സർവൈലൻസ്, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഫുഡ് പോയിസണിങ്ങിനെ പ്രിവെന്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. അപ്പൊ മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫുഡ് പോയിസണിങ്ങും ടൈഫോയിഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് 15 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. 5 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളുണ്ട്, 15 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, 1 വേർഡ് ചോദ്യങ്ങളുണ്ട്, 2 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. പക്ഷെ അതേപോലെ തന്നെ അതേസമയം പഠിക്കാൻ എളുപ്പമുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.